ആമേൻ ആമേൻ ആമേൻ. ചുമലിരിക്കുന്നവർക്ക് ശബ്ദം ക്ലിയർ ആണോ? കർത്താവിന്റെ പകല് അവരെ ധാരാളമായി മാറാറുണ്ട്. വാത്സല്യ ഫാമിലി സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളും ക്രിസ്തുവേ യേശുവിൻ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരും ആകുന്ന ഇടങ്ങളിൽ ക്ഷേമത്തോടെ ഇരിക്കുന്നു എന്ന് ക്രിസ്തുവേ യേശുവിൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെ സൂക്ഷിക്കട്ടെ. ദൈവം എല്ലാവരെയും ക്ഷേമത്തോടെ കരുതട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെ മറുപടിയുടെ കരം നീട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ വളരെ പ്രാർത്ഥിച്ചു പ്രകൃതിയുടേതാകുന്ന പ്രയാസം മാറാൻ. ഈ വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതകൾ ഏറെയാണ്. കാലാവസ്ഥ എന്നാൽ ഇന്ന് പകൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് വലിയൊരു ശക്തമാകുന്ന മഴയാകാതെ ഇതുവരെ ദൈവം നമുക്ക് അനുകൂലമാകുന്ന നിലയിൽ ആ കാലാവസ്ഥ ഒരുക്കി തന്നത് ഓർത്തു. നമ്മുടെ പല പ്രിയപ്പെട്ടവരും കടന്നു വരാൻ മഴയുടേതാകുന്ന ബുദ്ധിമുട്ടുണ്ടാവാം. കഴിഞ്ഞ ആഴ്ചയുള്ള പല ആഴ്ചയില്ല. എങ്കിലും സ്വർഗത്തിലെ ദൈവം അവരാകുന്ന ഇടങ്ങളിൽ സ്ഥാനങ്ങളുടെ കുറവ് സൂക്ഷിക്കട്ടെ. പല പ്രിയപ്പെട്ടവര് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന അനവധി വിഷയങ്ങളുണ്ടല്ലോ. അതിനൊക്കെ തക്ക മറുപടി പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളോട് ദൈവം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശബ്ദം ഒരിക്കലും നമ്മളെ തളർത്തുന്നതാകുന്നില്ല. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ദൈവശബ്ദം ഒരിക്കലും നമ്മളെ തളർത്തുന്നതാകില്ല. ദൈവശബ്ദം നമ്മളെ ഉറപ്പിക്കും. ദൈവശബ്ദം നമ്മളെ വളർത്തും. ദൈവശബ്ദം നമ്മളെ രൂപാന്തരപ്പെടുത്തും. ദൈവശബ്ദം നമ്മളെ ഒരുങ്ങാൻ സഹായിക്കും. ഒരിക്കലും ദൈവശബ്ദം നമ്മളെ തളർത്തുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. യേശു വരുമ്പോൾ മറിയയുടെ ഒരു സ്വഭാവമായി യേശുവിന്റെ കാൽക്കൽ ദൈവവചനം കേൾക്കുക എന്നും. വലിയൊരു പുരുഷാരം യേശുവിന്റെ പിന്നാലെ ചെന്നപ്പോൾ യേശു ശീമോൻ എന്ന പേരുള്ള പത്രോസിന്റെ ആ പടകിൽ കയറി നിന്നിട്ട് അല്പം പടക് കരയിൽ നിന്ന് മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് വന്ന പുരുഷാരത്തോട് ക്രിസ്തു സംസാരിച്ചു. കർത്താവിന്റെ വായിൽ നിന്ന് വീഴുന്ന തിരുവചസ്സുകൾ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലിന് കാരണമാകും, വലിയ ആശ്വാസത്തിനിടയായി തീരും എന്ന ഉത്തമമാകുന്ന ബോധ്യമാണ് കർത്താവിങ്കിൽ നിന്ന് കേൾക്കാൻ അവരെ എല്ലാം
താല്പര്യമുള്ളവരാക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പൊ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തരുത്. പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, ഒരുക്കത്തോടെ, ക്രമീകരണത്തോടെ നമ്മൾ പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് അതിനായി സഹായിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ജോജി അച്ഛാന്റെ സഫിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്നലെ ഒരു സർജറി കുഞ്ഞിനുണ്ടായിരുന്നു. കൃപയാൽ അത് വലിയൊരു ഓപ്പൺ സർജറി ചെയ്യാനാണ് അവർ താല്പര്യപ്പെട്ടത്. എന്നാൽ അത് ചെയ്തു വന്നപ്പോൾ അത്രത്തോളം ഒരു മേജർ സർജറിയിലേക്ക് പോകേണ്ടി വന്നില്ല. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത കാര്യങ്ങൾ ക്രമീകരിച്ച് ആ സർജറി സക്സസ് ആയെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഇന്നലെ അദ്ദേഹം എന്നെ വിളിച്ചു, എനിക്ക് മറുപടികൾ തന്നു. ഇന്നലത്തെ സർജറി സർവശക്തൻ അനുഗ്രഹമാക്കി. കുഞ്ഞിന് മറ്റു പ്രയാസവും സർജറിക്ക് ശേഷം അവർ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന്റെ ഹാർട്ടിന്റെ ശ്വാസം എടുക്കുന്ന പ്രോബ്ലംസ് എല്ലാം മാറി. സർജറി വിധേയപ്പെട്ടെങ്കിൽ മേജർ സർജറി എന്ന് തോന്നുന്ന നിലയിലാണ് കാര്യങ്ങൾ നീക്കിയത്. പക്ഷേ ചെയ്തു വന്നപ്പോൾ അത് മൈനറാക്കി മാറ്റി. ക്ഷേമത്തോടെ സൗഖ്യത്തോടെ എന്നറിയുവാനിടയായി തീർന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. സ്തോത്രം. നമ്മുടെ ജീവിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും, സുഖിലുള്ളവർക്ക്, ഇവിടെ വരുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. വീണ്ടും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. അവർ സൗഖ്യത്തോടെ ആ കുഞ്ഞുമായി ഭവനത്തിൽ എത്തിച്ചേരാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പലവിധമാകുന്ന വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിച്ചു. അമ്മേ, ഇനി മഴയുടേതാകുന്ന മഴ ചെറുതായി പെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ശുശ്രൂഷിക്കാൻ കടപ്പാനാണ് താല്പര്യം. നമുക്കറിയാം, ഇന്നലെ വെളുപ്പിന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി, വളരെ പ്രതീക്ഷകൾക്ക് വളരെ വിപരീതമായി നിങ്ങൾ കണ്ടതാണല്ലോ നമ്മുടെ വയനാട്ടിൽ പ്രകൃതി ദുരന്തം. ഹല്ലേലൂയ. വളരെ വേദനാജനകമാകുന്ന ഒരു കാഴ്ചകൾക്കാണ് നമ്മുടെ സാക്ഷ്യം വഹിച്ചു. വളരെ വേദനാജനകമാകുന്ന ഒരു വിഷയത്തിനാണ് നമ്മൾ എന്ത് ചെയ്തത്? സാക്ഷ്യം വഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ. വളരെ വേദനാജനകമാകുന്ന വിഷയങ്ങൾ സാക്ഷ്യം. ഇപ്പോഴും അതിന്റെ തിരച്ചിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഏകദേശം 136 സംതിങ് മരണങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വീണ്ടും എണ്ണസംഖ്യ കൂടാ എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഈ തലേ ദിവസം ആഹാരമെല്ലാം കഴിച്ചു എല്ലാവരുമായിട്ട് സ്നേഹത്തോടെ സംസാരിച്ചൊക്കെ കിടന്ന് ഉറങ്ങി. എന്നാൽ വെളിച്ചം വീണപ്പോ കാണുന്ന കാഴ്ച ആ ഭാഗത്ത് വീടൊന്നുമില്ല. ആ ഭാഗത്ത് ഒറ്റ വീടില്ല. ആ ഭാഗത്ത് മുഴുവനും മണ്ണും കല്ലും. ഇന്ന് രാവിലെ എങ്ങാണ്ട് ഒരു ഡെഡ് ബോഡി ഈ കസാരയിൽ ഇരുന്ന് അതേപടി എത്തി മണ്ണിനടിയിൽ അവര് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ അവര് നോക്കിയപ്പോ ആ ഇരുന്ന വടിയിൽ തന്നെ എത്തി ആ വ്യക്തിയെ കിട്ടുവാനിടയായിട്ട്. ഒന്ന് ആലോചിച്ച് എന്തൊരവസ്ഥയാണ്. ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, നമ്മളിവിടെ ഇതൊന്നും നടക്കാനിട്ടല്ല. വേണമെങ്കിൽ ഇവിടെ നടക്കാം, നമ്മളാകുന്ന ഇടങ്ങളിൽ നടക്കാം. പക്ഷേ
കർത്താവിന്റെ കരുതൽ. കർത്താവ് നമ്മളെ കരുതി, കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. നിങ്ങൾക്കറിയാമോ, സ്വന്തം പ്രിയപ്പെട്ടവരുടെ ശരീരം തേടി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. സ്വന്തം പ്രിയപ്പെട്ടവരുടെ ശരീരം നോക്കിക്കൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. ദൈവം തന്ന ആയുസ്സും ആരോഗ്യവും ഓർത്ത് ദൈവത്തിൽ നിന്ന് നന്ദി പറയണം. നന്ദി പറയണം. ഹല്ലേലൂയ. എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? ദുരന്തങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. ആപത്തുകളിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. മരണത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. ദൈവം നമ്മളെ രക്ഷിച്ചു. എത്ര പേർക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഇതൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് സത്യത്തിൽ ഞാൻ ദൈവത്തെ അറിയാതെ മഹത്വപ്പെടുത്തി, അറിയാതെ ഞാൻ ദൈവത്തെ സ്തുതിച്ചു പോകും. കാരണം അത്രത്തോളം വേദനാജനകമാകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കേരളക്കര കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളാകുന്ന ഇടത്ത്, നമ്മൾ വസിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ബാംഗ്ലൂരും സൗദിയിലും UK-ലൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ മീഡിയയെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഞങ്ങളുടെ അപ്പനും അമ്മയും ഉണ്ടോ അവിടെ? ഞങ്ങളുടെ അപ്പനും അമ്മയും അവിടെ ഉണ്ടോ? കണ്ടുപിടിയോ? ഇന്ന സ്ഥലത്ത് അവര് താമസിച്ചേ. വേദനയോടെ പറയുന്നുണ്ട്, അവിടെ ഇപ്പോൾ അങ്ങനെ ഒരു വീടില്ല. അവിടെ ഇപ്പൊ അങ്ങനെ ഒരു വീടില്ല. എത്രയോ കൊച്ചു കുഞ്ഞുങ്ങളാണ് മണ്ണിനടിയിൽ, വലിയ മരങ്ങളുടെ അടിയിൽ ഒക്കെ തകർന്നു കിടക്കും. പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇന്നും പറയുന്നു, മനുഷ്യൻ അഹങ്കരിക്കരുത്. അഹങ്കരിക്കാൻ നമുക്ക് എന്ത് അവകാശമുള്ള, എന്ത് അവകാശമുള്ളത്? ക്രിസ്തുവിനോട് മനുഷ്യന്റെ അഹങ്കാരം, അഹങ്കരിക്കരുത്. ക്രിസ്തുവിനോട് അഹങ്കരിക്കരുത്. ആമേൻ. ഭൂമിയുടെ അടിത്തട്ടിലെ ഉറവകളെ എന്റെ ദൈവം ഒന്ന് തുറന്നു വിട്ടാൽ തീരാവുന്ന കേസേ ഉള്ളൂ മനുഷ്യന്റെ അഹങ്കാരം. മനസ്സിലാവുന്നുണ്ടോ? ഭൂമിയുടെ അടിത്തട്ടിലെ വെള്ളത്തെ ഉണ്ടല്ലോ, തുറന്നു വിടേണ്ട പോലെ തുറന്നു വിടാതെ അതിന്റെ അളവിനെ ദൈവം അല്പമൊന്ന് കൂട്ടി ആ ഉറവകളെ ഒന്ന് തുറന്നു വിട്ടാൽ മനുഷ്യന്റെ അഹങ്കാരം തീരുമെന്ന് പ്രകൃതി ദുരന്തങ്ങൾ വരച്ചു കാണിക്കുകയാണ്. എന്റെ ചോദ്യം, അഹങ്കരിക്കാൻ നമുക്ക് എന്താ അവകാശമുണ്ടോ? നമുക്ക് ഒരവകാശവും ഇല്ല, ഒരവകാശവും ഇല്ല. ഏത് സമയത്തും എന്തും സംഭവിക്കും. ഞാനിത് പറഞ്ഞത് വേറെ ഒന്നുമല്ല, നിങ്ങൾ വയനാടിനെ ഓർത്ത് പ്രാർത്ഥിക്കും. ഉണ്ടക്കൈ ആ പ്രദേശങ്ങളെ ഓർത്ത് നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പ്രാർത്ഥനാ വിഷയം ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. അതിനോടൊപ്പം അവരെ സഹായിക്കുവാൻ പലവിധമാകുന്ന ക്രമീകരണങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ എന്തെങ്കിലും ഹെൽപ്പുകൾ ചെയ്യാൻ, സാമ്പത്തികമായോ വസ്ത്രമായോ ഭക്ഷണമായോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും നിങ്ങൾ ചെയ്യുക. അതുകൊണ്ട് ഒരു ദോഷവും നിങ്ങൾക്ക് വരത്തില്ല. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. ഞാനിങ്ങനെ ചിന്തിച്ചു, എത്രയോ മനോഹരമാകുന്ന വീടുകളൊക്കെയാ ഒറ്റ നിമിഷം കൊണ്ട് മണ്ണിനടിയിൽ. എത്ര രണ്ട് നില, എത്രയോ ആ പരിസരം, അതിന്റെ പഴയ ഫോട്ടോ കണ്ടപ്പോൾ അവിടെ ചെറിയ വീടുകൾ വളരെ ചുരുക്കമാണ്. ചെറിയ വീടുകൾ ഉണ്ടില്ലെന്നല്ല, വളരെ ചുരുക്കമാണ്. ബാക്കിയെല്ലാം നല്ല മനോഹരമായ വീടുകളാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിതതാവും. പക്ഷേ
എന്ന് പറയാ. ഹല്ലേലൂയ. ഇന്നത് പ്രിയമുള്ളവരെ, ഇതിന്റെ ആഴം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അത് മനസ്സിലാക്കണം കേട്ടോ. അതെങ്ങനെ മനസ്സിലാക്കണം എന്നറിയാവോ? അവരുടെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് നിർത്തണം. അവരുടെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് നിർത്തി ആലോചിക്കാൻ കഴിഞ്ഞാൽ അവരനുഭവിക്കുന്ന ദുഃഖത്തിന്റെ കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ഓരോ ജില്ലകളിലും എനിക്ക് തോന്നുന്നു കളക്ടർമാരിലൂടെയാണ് കളക്ഷൻ അവര് ശേഖരിക്കും. ചെയ്യാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ ചെയ്യുക. ദൈവം എല്ലാവരെയും ധാരാളമായി അത്രയും ഭാഗം പറഞ്ഞ് ജനം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് നമ്മുടെ സഹായിക്കും. ഇന്ന് പകരം ഒരു ചിന്ത നിങ്ങളിലേക്ക് വേഗത്തിൽ കൈമാറാൻ ക്രിസ്തു യേശുവിൽ 52-ാം സങ്കീർത്തനങ്ങൾ 52 8-ാം വാക്യം. 52-ാം 8-ാം വാക്യം. ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ വൃക്ഷം പോലെ ആകുന്നു. മതി. എല്ലാ കണ്ണുകളും അടയ്ക്കുക. എല്ലാ കണ്ണുകളും അടച്ചു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും യേശുവിൻ നാമത്തിൽ അടച്ചു. എല്ലാ കണ്ണുകളും വചനത്തിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചു വളരുന്ന ഒലിവ വൃക്ഷം പോലെ ആകുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാൽ യേശുവിൻ നാമത്തിൽ. വയനാട് പ്രദേശത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. വയനാട് പ്രദേശത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. അവിടെ സുരക്ഷാ പ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ആ അപകട ദുരന്തത്തിൽ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ വരെ ത്യജിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട് അവിടെ. അവരെല്ലാം ദൈവം സൂക്ഷിക്കുവാൻ, അവരേറ്റെടുത്ത ജോലി ഭംഗിയായി ചെയ്യുവാൻ ദൈവത്തിന്റെ കരം കൊണ്ടേയിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അല്ലെങ്കിൽ തുടർന്ന് ദൈവം നമ്മളോട് സംസാരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും അടയ്ക്കുക. സ്വർഗസ്ഥനാകുന്ന ദൈവമേ, നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം വയനാടിനു വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങണമേ. വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, മരണവേദന അനുഭവിക്കുന്നവരെ വിടുവിക്കണമേ. പരിക്കുകൾ പറ്റിയവരുണ്ടപ്പ, അവരെ ദൈവം സൗഖ്യമാക്കണമേ. കർത്താവേ, ഹല്ലേലൂയ. അവിടെ സുരക്ഷാ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. അങ്ങയുടെ രക്തം കൊണ്ട് അവരെ മറയ്ക്കുന്നു. ഏറ്റെടുത്ത ജോലി ഭംഗിയായി ചെയ്യുവാൻ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമാകണമേ. പ്രകൃതി കർത്താവ് അനുകൂലമാക്കി കൊടുക്കണമേ. ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഈ പകൽ പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ആവശ്യമാകുന്ന എല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധാത്മാവ് ഒരുക്കി നൽകണമേ. ഹല്ലേലൂയ. പ്രകൃതിയുടെ പ്രക്ഷോഭനങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ദേശങ്ങളെ, ഹല്ലേലൂയ, സ്റ്റേറ്റിനെ വിടുവിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, തുടർന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ വായിച്ച വചനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ വചനത്തിലൂടെ വെളിപ്പെടാൻ യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിയോടൊന്ന് ഞങ്ങളുടെ ആരാധന അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടി, ഒരു പ്രാവശ്യം നമുക്ക് വളരെ സുപരിചിതമാകുന്ന ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് പകൽ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചു. 52-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ ദാവീദ് വിരൽ ചൂണ്ടി
എന്നോട് തന്നെ പറയുകയാണ്, ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആണ്. രാമേൻ എത്ര പേര് പറയും? രാമേൻ എത്ര പേര് പറയും? ശ്രദ്ധിക്കണമേ. ഞാനോ എവിടെയാ? ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്നു ഒലിവിന്റെ വൃക്ഷം പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ഈ സങ്കീർത്തന ഭാഗം പഠിക്കുമ്പോൾ ഇതിന്റെ അകത്ത് തരം തിരിച്ച് പഠിക്കേണ്ട ചില കാര്യം, തരം തിരിച്ച് പഠിക്കണം. അതല്ല എന്റെ വിഷയം. പക്ഷെ ഈ സങ്കീർത്തനം എടുത്തപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. എന്റെ വിഷയം ഒലിവിന്റെ പ്രത്യേകതകളാണ്, ഒലിവ് വൃക്ഷത്തിന്റെ പ്രത്യേകത. അതാണ് വിഷയം, ഒലിവിന്റെ പ്രത്യേകത. അതെല്ലാം കൂടെ പ്രസംഗിക്കാനുള്ള സമയം മുമ്പിൽ ലഭിക്കപ്പെടും എന്ന് തോന്നുന്നില്ലെങ്കിൽ പോലും വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള ക്ഷമപ്പെടുകയും. ശ്രദ്ധിക്കണമേ, ഇതിന്റെ ആ സങ്കീർത്തനത്തിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചപ്പം അടുത്തത് ദോവേഗ് ശൗലിനോട് ദാവീദ് അഹീമേലെക്കിന്റെ വീട്ടിൽ വന്നിരുന്നു എന്നറിയിച്ചപ്പോൾ അപ്പം ദാവീദും ദോവേഗും ഇവരെ രണ്ടുപേരെയും കൂടെ ഈ സങ്കീർത്തനം തരം തിരിച്ചു പഠിപ്പിക്കുന്നു. തരം തിരിച്ചു പഠിപ്പിക്കുന്നു. ആരെയാ? ദാവീദിനെ, ദോവേഗിനെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിൽ ഒരുപാട് സ്വഭാവ വ്യത്യാസങ്ങളുണ്ട്. എത്ര പേരത് അംഗീകരിക്കുന്നുണ്ട്? ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയും ജീവിതത്തിലൂടെ പ്രാർത്ഥന തൊട്ടു വേണ്ടി പോകാത്ത, ജീവിതത്തിൽ പ്രാർത്ഥന എന്ന ഒരു കാര്യമില്ലാത്ത മനുഷ്യന്റെ സ്വഭാവം തമ്മിൽ വ്യത്യാസം. അത് ഈ സങ്കീർത്തനത്തിൽ പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ അറിവിലേക്ക് മാത്രം ആ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് ദൈവം തന്ന ദൂതിലേക്ക് പറഞ്ഞു. ഈ ദാവീദിന്റെ ഒരു സ്വഭാവം അതാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ ഒന്നാമത്തെ സ്വഭാവം. അതാ, ദാവീദ് ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന വൃക്ഷമാണ്. രാമൻ എത്ര പേര് പറയും? ദാവീദ് ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്ത് തഴച്ചിരിക്കുന്ന വൃക്ഷമാണ്. എന്നാൽ ദോവേഗോ ദൈവാലയത്തിന്റെ പുറത്തു കിടക്കുന്ന ഉണങ്ങിയ മരമാണ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ദൈവാലയത്തിന്റെ പുറത്തു കിടക്കുന്ന ഉണങ്ങിയ മരത്തിന് സമമാണ് ആര്? ദോവേഗ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രാർത്ഥിക്കുന്നവൻ തഴയ്ക്കും. രാമേൻ എത്ര പേര് പറയും? പ്രാർത്ഥിക്കുന്നവൻ തഴയ്ക്കും. ആമേൻ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്കുണ്ടോ? പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ തഴയ്ക്കും. പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വളരും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാ ജീവിതമുള്ളവൻ തഴയ്ക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതം ഇല്ലാതെ നിൽക്കുന്നവൻ ഉണങ്ങിയ മരത്തിന് സമമാണ്. ആമേൻ.
രണ്ടാമത്തെ ദാവീദും ദോവേഗും തമ്മിലുള്ള വ്യത്യാസം, ദാവീദോ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചു. ദാവീദ് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചപ്പം ദോവേഗ് ആശ്രയിച്ചത് ധനത്തിലാണ്. മനസ്സിലായോ? ദോവേഗ് എവിടെ ആശ്രയിച്ച്? ധനത്തിൽ. ദാവീദ് ആശ്രയിച്ചത് ദൈവത്തിന്റെ കരുണയിൽ, എന്നാൽ ദോവേഗ് ആശ്രയിച്ചത് പണത്തിൽ. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം, പണം നിന്നെ നിലനിർത്തത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ അറിയാം എവിടെ ആശ്രയിക്കണം. ദാവീദോ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചു. വീണ്ടും പഠിക്കുമ്പോ എന്താ അവിടെ കാണുന്നേ? ദൈവത്തിൽ ആശ്രയിച്ച ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിൽ ആശ്രയിച്ച ദാവീദ് എന്ത് ചെയ്തു? അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ ദോവേഗോ ശപിക്കപ്പെട്ടു എന്ന ചരിത്രം പഠിക്കും. ദോവേഗ് എന്ത് ചെയ്തു? പിന്നെന്താ അവിടെ വായിക്കുന്നത്? അല്ലെങ്കിൽ ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യനായി. ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യനായി. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദാവീദിന്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ ഘട്ടം വരുമ്പോഴും, ഏത് വേദനയുടെ ഘട്ടം വരുമ്പോഴും, ഏത് ഭാരമേറിയ വിഷയത്തിലൂടെ കടന്നുപോയാലും അതിന്റെ നടുവിൽ ദാവീദിന് ആശ്വാസമായി ദൈവമുണ്ടായിരുന്നു. എന്നാൽ ദോവേഗിന്റെ ചരിത്രം എന്താ പഠിപ്പിക്കുന്നത്? അവന്റെ ജീവിതത്തിൽ വലിയ ദുഃഖത്തിലേക്ക് അവൻ ആഴ്ന്നു വീഴുവാനിടയായി. ദാവീദ് വിശുദ്ധന്മാർക്ക് നല്ലൊരു ഉദാഹരണമാണ്. എന്നാൽ ദോവേഗോ ദുഷ്ടന്മാർക്ക് നല്ലൊരു ഉദാഹരണം. പറഞ്ഞു മനസ്സിലായി? ദാവീദ് വിശുദ്ധന്മാർക്ക് നല്ലൊരു ഉദാഹരണമാണ്. എന്നാൽ ദോവേഗ് ദുഷ്ടന്മാർക്ക് നല്ലൊരു ഉദാഹരണമാണ്. പറഞ്ഞു മനസ്സിലാവും? ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാത്തവരും തമ്മിൽ വ്യത്യാസവും അവരുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസവും. പ്രാർത്ഥനാ ജീവിതമുള്ളവനാണെങ്കിൽ അവൻ ദൈവത്തിന്റെ ആലയത്തിൽ വളരും. പ്രാർത്ഥനാ ഇല്ലാത്ത മനുഷ്യനാണെങ്കിൽ അവന്റെ ജീവിതം പുറത്തൊരു ഉണങ്ങിയ മരത്തിന് സമമാണ്. ദൈവത്തിന്റെ കരുണയിൽ പ്രാർത്ഥിക്കുന്നവൻ ആശ്രയിക്കും. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥനയില്ലാത്തവൻ മറ്റു കാര്യങ്ങളിൽ ആശ്രയിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ അതിനെ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവനും ദൈവവുമായിട്ടൊരു പ്രാർത്ഥനാ ജീവിതമൊന്നും ഇല്ലാത്തവൻ അനുഗ്രഹത്തിലേക്ക് പോകത്തില്ല. ദോവേഗിന്റെ ചരിത്രം വെച്ച് പഠിച്ചാൽ ശാപത്തിലേക്ക് പോകും. ദാവീദ് എപ്പോഴും പ്രാർത്ഥിക്കുന്നവന്റെ ഒരു ഗുണമാണ്. ദാവീദ് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ദാവീദ് വിശുദ്ധന്മാർക്ക് നല്ലൊരു ഉദാഹരണമാണ് ദാവീദ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ദാവീദിന്റെയും ദോവേഗിന്റെയും സ്വഭാവത്തിന്റെ ചില വ്യത്യാസം ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്റെ ദൂതല്ല, പക്ഷെ ഈ സങ്കീർത്തനം എടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു. നമുക്ക് മടങ്ങി വരാം. ഇവിടെ പറയുന്നു, ദാവീദ് പറയാൻ, ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ വളച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ എന്ത് ചെയ്യുന്നു? ആകുന്നു. ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പരിശുദ്ധാത്മാവ് തന്ന തിരുവചന ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ ഒലിവ് വൃക്ഷം എന്ന് പറഞ്ഞാൽ വലിയ മനോഹാരിതയൊന്നും ഉള്ള വൃക്ഷമല്ല. ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി?
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ, ഒലിവ് വൃക്ഷം എന്ന് പറയുന്നത് വലിയ ഭംഗിയുള്ള വൃക്ഷമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൗഢമനോഹരമാകുന്ന ഒരു വൃക്ഷത്തിന്റെ കൂട്ടത്തിൽ ഒലിവിനെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഒലിവിനെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അത്രയും പ്രൗഢമനോഹരമല്ല ഹല്ലേലൂയ. അത്രയും മനോഹരമായിട്ടുള്ള ഒരു വൃക്ഷമൊന്നും അല്ലേത് ഒലിവെന്ന് പറയുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ. എന്നാൽ കർത്താവിന്റെ ദൈവവചനം പഠിക്കുമ്പോ ഈ ലെബോനാനിലെ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്, സരള വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്, അതുപോലെ ബദാം ഫലത്തിന്റെ പൂവ് എന്ന് പറയുന്നതാണ്. ഇതൊക്കെ വളരെ മനോഹരമാണ്. സൂമിലിരിക്കുന്നവർക്ക് ശബ്ദം കേൾക്കാവോ? സ്തോത്രം. ഒരു മെസ്സേജ് ഇടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാമോ? ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒലിവിന്റെ വൃക്ഷം വലിയ പ്രൗഢ മനോഹരമായ വൃക്ഷമൊന്നും അല്ല. പ്രൗഢമനോഹരമായ വൃക്ഷമൊന്നുമല്ല. സ്തോത്രം, സ്തോത്രം. പക്ഷെങ്കിൽ ഈ വൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വൃക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വേരാണ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. ഈ വൃക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വേരാണ്. അതിന്റെ വേരാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ വൃക്ഷത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമിക്കടിയിലേക്ക് ഏകദേശം 6 മീറ്ററോളം ഇതിന്റെ വേര് പോകുന്നുണ്ടെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഭൂമിക്കടിയിലേക്ക് ഏകദേശം 6 മീറ്റർ നീളം എന്ത് ചെയ്യുന്നുണ്ട്? ഒലിവിന്റെ വൃക്ഷത്തിന്റെ വേരുകൾ പോകുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണം, ഒലിവിനെ കാണാൻ വലിയ ഭംഗിയില്ല. സരള വൃക്ഷങ്ങളെ പോലെ, ലെബാനോനിലെ ദേവദാരു പോലെ, ബദാംഫലത്തിലെ പുഷ്പങ്ങൾ പോലെ പറയത്തക്കവണ്ണമുള്ള ഒരു സൗന്ദര്യം ഒലിവിനില്ല. ആമേൻ. ഒലിവിനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒലിവിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പറയാൻ പോകുകയാണ്. പുറമെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒലിവ് ഒന്നിനും കൊള്ളാത്തതാണെന്ന് തോന്നിപ്പോകും. ഒലിവിനെ കൊണ്ട് പ്രയോജനമില്ലെന്ന് തോന്നിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ഒലിവ് പ്രയോജനരഹിതമല്ല. ഒലിവ് പ്രയോജനമുള്ളതാണ്. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം. നിന്നെ നോക്കി വിധിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നീ പ്രതികരിക്കാൻ പോകരുത്. നിന്നെ പുറമെ കണ്ട് വിധിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പ്രതികരിക്കാൻ നീ പോകരുത്. നിന്റെ അകത്ത് ദൈവം പകർന്നു തന്നിരിക്കുന്നതിനെ വെളിപ്പെടുത്തുവാൻ നിനക്ക് കഴിഞ്ഞാൽ ഈ പറഞ്ഞവർ തന്നെ തിരുത്തി പറയുന്ന സമയം വരുമെന്ന് ഇന്ന് പകൽ ഞാൻ ആത്മാവിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദൂത് ഇന്ന് ഞാൻ ആത്മനിറവിൽ ഷെയർ ചെയ്താൽ എത്ര പേര് ആമേൻ പറഞ്ഞത് സ്വീകരിക്കും? എത്ര പേർക്ക് ആമേൻ പറഞ്ഞത് സ്വീകരിക്കാൻ കഴിയും? ആമേൻ.
പുറമെ നോക്കി വിധിയുടെ വിളയാട്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന അവരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്നു പകൽക്കാലം വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ നിന്റെ അകത്ത് ദൈവം പകർന്നു തന്നിരിക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ നീ നിന്റെ കഴിവില്ലായ്മയല്ല നോക്കേണ്ടത്. ദൈവം നിന്റെ അകത്ത് തന്ന കഴിവിനെ നോക്കിക്കൊണ്ട്, ദൈവം നിന്റെ അകത്ത് തന്ന കഴിവിനെ നോക്കിക്കൊണ്ട് നിനക്കൊക്കെ എഴുന്നേൽക്കാൻ സാധിച്ചാൽ ചിലതൊക്കെ തിരുത്തി പറയുന്ന ദിവസങ്ങൾ വരുമെന്ന് പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഒലിവിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ഒലിവ് പ്രൗഢമനോഹരമാകുന്ന ഒരു വൃക്ഷമല്ല. പക്ഷെ ഒന്നാമത്തെ പ്രത്യേകത, ഒലിവിന്റെ വൃക്ഷത്തിന്റെ വേരുകൾ അഗാധത്തിലേക്ക് നീണ്ടുകിടക്കുന്ന വേരുകളാണ്. നീണ്ടുകിടക്കുന്ന വേരുകളാണ്. അതെന്തിനെയാ കാണിക്കുന്നേ? അത് കാണിക്കുന്ന ഉറപ്പിനെയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി? അത് കാണിക്കുന്നത് ഉറപ്പിനെയാണ്. അത് കാണിക്കുന്നത് ഉറപ്പിനെയാണ്. ക്രൈസ്തലോട് കല്യാണിയെ പുറമേ നോക്കുമ്പോൾ ഒലിവെന്ന് പറയുന്ന വൃക്ഷം വലിയൊരു വൃക്ഷമല്ല, പ്രൗഢമനോഹരമാകുന്ന വൃക്ഷമല്ല. എന്നാൽ ശ്രദ്ധിച്ച്, ആരും കാണാത്ത അടിത്തട്ടിൽ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ എഴുന്നേറ്റു വന്നാലും, എന്തെല്ലാം പ്രതികൂല സന്ദർഭങ്ങൾ ഉണ്ടായാലും അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന, അഗാധത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വേരുകൾ അവകാശപ്പെടാനുള്ള വൃക്ഷമാണ് ഒലിവിന്റെ വൃക്ഷമെന്ന് ഇന്നവകൾ തിരിച്ചറിയണം. പുറമെ നോക്കുമ്പോ വലിയ ഭംഗിയൊന്നുമില്ല, പറയത്തക്കവണ്ണം വളർച്ചയൊന്നും പുറമേ ഇല്ല. ഒരു ചെറിയ വൃക്ഷമാണ്. വലിയ വളർച്ച, പറയത്തക്കവണ്ണമാകുന്ന പ്രൗഢമനോഹരമാകുന്ന വളർച്ചയില്ല. പറയത്തക്കവണ്ണമുള്ള പ്രൗഢമനോഹരമാകുന്ന ഭംഗിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഏത് പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്തൊലിവിനുണ്ട്. പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? ദാവീദ് തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് പറയുക, എത്രയോ തകർന്നു പോകേണ്ട സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നതാണ്. എന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഞാൻ എന്റെ തകർന്നു പോവുകയല്ലേ. എന്നാൽ ഒരു ഒലിവിന്റെ വൃക്ഷം കരുത്തോടെ നിൽക്കുന്നത് പോലെ എനിക്ക് നിൽക്കാൻ സാധിച്ചു എന്ന് ദാവീദ് പാടുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഞാൻ പറയുന്ന വചനത്തിന്റെ വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് വക നീ നിന്റെ ജീവിതത്തെ തന്നെ നോക്കിക്കൊണ്ടുവരാം. ഞാനൊരു ഒലിവാണ്, ഞങ്ങൾ ഒലിവാണെന്ന് പറ. എത്രയോ പ്രാവശ്യം സത്വത്തിന്റെ തകർത്തുകളയാൻ ശ്രമിച്ചു, എത്രയോ പ്രാവശ്യം അവത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നീ തകർന്നു പോകുന്ന സന്ദർഭങ്ങൾ വന്നു. എന്തുകൊണ്ടാണ് തകരാഞ്ഞത്? ഉറപ്പോടെ കരുത്തോടെ നിൽക്കാൻ ദൈവത്തിന്റെ കൃപയുടെ അകത്തുയരുവാനായി ഈ ദൂത് കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഇന്ന് ഈ ദൂതിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന പ്രിയമുള്ളവനോട് ആത്മാവ് ഒരു സന്ദേശം, ഒരു ദൂതനോട് വിളിച്ചു പറയാൻ പറയുക. ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും നീ ആത്മധൈര്യത്തോടെ വിളിച്ചു പറയണം, ഹല്ലേലൂയ. ഒലിവിന്റെ വൃക്ഷം അഗാധങ്ങളിലേക്ക് ഉറപ്പോടെ വയ്ക്കുന്നത് പോലെ എനിക്കെന്റെ ദൈവവുമായിട്ടൊരു ഉറപ്പുണ്ട്. അഗാധമാകുന്ന ഒരു ബന്ധം, ആഴമേറിയൊരു ബന്ധം എനിക്കെന്റെ ദൈവവുമായിട്ട് ഉള്ള കാലത്തോളം എന്റെ നിലനിൽപ്പിനെ തകർത്തുകളയാൻ സകലിയെ വിളിച്ചു പറയാൻ കഴിവുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് തെളിയിക്കാം. ഞങ്ങളത് തെളിയിക്കാം. ആമേൻ. ഒലിവ് നശിക്കത്തില്ലെന്ന് ഞാനത് തെളിയിക്കാം. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിനക്കുറപ്പുണ്ടോ? ഒലിവിന്റെ വൃക്ഷം അഗാധങ്ങളിലേക്ക് വേരുറപ്പിച്ചു നിൽക്കുന്നു. ഞാൻ ആത്മീയമായിട്ട് അതിനൊന്ന് വെളിപ്പെടുത്താം. അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ടൊരു ബന്ധം, ഒരാഴമേറിയ ബന്ധം നിനക്കുണ്ടെങ്കിൽ അങ്ങനെ കർത്താവ് നോക്കുന്ന നിന്റെ നിറമല്ല, കർത്താവ് നോക്കുന്ന നിന്റെ രൂപമല്ല. അങ്ങനെ നോക്കിയാൽ ഒലിവ് നിൽക്കത്തില്ല, ഒലിവിന് വളരത്തില്ല. കർത്താവ് നോക്കുന്ന നിന്റെ നിറമല്ല, കർത്താവ് നോക്കുന്ന നിന്റെ രൂപഗുണമല്ല, കർത്താവ് നോക്കുന്ന നിന്റെ സൗന്ദര്യമല്ല, കർത്താവ് നോക്കുന്ന നിന്റെ ശരീരത്തിന്റെ ഭംഗിയല്ല. കർത്താവ് നോക്കുന്നത് അവനുമായിട്ടുള്ള നിന്റെ ബന്ധമാണ്, യേശുവായിട്ടുള്ള നിന്റെ ബന്ധമാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അല്ലേ പറയപ്പെടുന്ന സൗന്ദര്യങ്ങളും പദവികളുള്ളവരും ഈ ലോകത്തു നിന്ന് പല വഴിയായി മാറ്റം കണ്ടുപോകുമ്പോൾ പലവിധമാകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടും എന്നും ശങ്കറപ്പോടെ നിൽക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവുമായി പതാകമേറിയൊരു ബന്ധം സ്ഥാപിക്കപ്പെട്ടതുകൊണ്ടല്ലേ. ആ ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ, ആ ഉറപ്പുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. വാക്കുകൾ മുറിവേൽപ്പിച്ചപ്പോൾ ഇനി ജീവിക്കേണ്ട മരിച്ചാൽ മതി എന്നുള്ള ചിന്താഗതികൾ വരെ വന്നപ്പോൾ ഇവർക്ക് രൂപ കടമുണ്ടെന്ന് കരുതി. 80,000 രൂപ കടമുണ്ടെന്ന്, ജീവിതത്തിൽ കടമുണ്ട് 80,000 രൂപ. അത് ഓർത്തിട്ട് ആത്മഹത്യ ചെയ്തു. ഒന്ന് ആലോചിച്ച് ഇരിക്കാൻ പറ്റിയില്ല. എന്തെല്ലാം വിഷയങ്ങളാണ്. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാം, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നു, എന്തെല്ലാം വേദന വന്നു, എന്തെല്ലാം ദുഃഖം വന്നു, എന്തെല്ലാം ഭാരം വന്നു. ഹൃദയം മുറിവേൽപ്പിക്കുന്നു, സാഹചര്യങ്ങൾ മറിഞ്ഞു പോകുന്നു, എന്തെല്ലാം കാര്യങ്ങളെ ഫേസ് ചെയ്തു, എന്തെല്ലാം വേദനകൾ ജീവിതത്തിൽ അനുഭവിച്ചു. ഞാൻ ആത്മാവിൽ പറയാം, ഇന്നും സധൈര്യത്തോടെ നിൽക്കാൻ എവിടുന്നാണ് കഴിവ് കിട്ടിയത്? ഞാൻ ആത്മാവിൽ ഉറപ്പിച്ചു പറയുന്നു, യേശുവുമായിട്ടുള്ള അഗാധമേറിയൊരു ബന്ധം, യേശുവുമായിട്ടുള്ള അഗാധമേറിയ ബന്ധം, ആ ബന്ധമുള്ളത് കൊണ്ടാണ് നിൽക്കുന്നത്. അതില്ലാതെ എന്നേ തകർന്നു പോയേനെ, എന്നേ വിശ്വാസ ജീവിതത്തിൽ നിന്ന് തന്നെ മാറിപ്പോയേനെ. എത്രയോ പേര് മാറിപ്പോയിരിക്കുന്നു, എത്രയോ പേര് പട്ടുപോയിരിക്കുന്നു. ദൈവമക്കളുടെ ഇടയിൽ, ദൈവദാസന്മാരുടെ ഇടയിൽ എത്രയോ പേര് പിൻവലിഞ്ഞു പോയിരിക്കുന്നു. അതിൽ നിൽക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക. എന്തുകൊണ്ടാണ് നിൽക്കുന്നത് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, അവർ താഴമേറിയ ഒരു ബന്ധം മനുഷ്യരുമായിട്ടല്ല, യേശുമായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർ ഉറപ്പ് പറയാൻ പറ്റും? ഞങ്ങളുടെ ബന്ധം ഞങ്ങളുടെ പ്രസ്ഥാനമായിട്ടല്ല, ഞങ്ങളുടെ ബന്ധം ഞങ്ങളുടെ ചർച്ചുമായിട്ടല്ല, ഞങ്ങളുടെ ആഴമേറിയ ബന്ധം ഞങ്ങളുടെ പാസ്റ്ററുമായിട്ടല്ല, ഞങ്ങളുടെ ആഴമേറിയ ബന്ധം ഞങ്ങളുടെ വിശ്വാസികളുമായിട്ടല്ല. എന്റെ ആഴമേറിയ ബന്ധം ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിന്റെ നടുവിൽ തകർന്നു പോകാതെ, അതിന്റെ നടുവിൽ ദൈവത്തെ തള്ളിപ്പറയാതെ, അതിന്റെ നടുവിൽ പുറത്തിരിഞ്ഞു നടക്കാതെ ഇതിനെ ജയിക്കുവാൻ എനിക്ക് യേശുവായിട്ടുള്ള ആഴമേറിയ ബന്ധങ്ങളുടെ കഴിവുള്ളവരെ ഓർത്ത് ഇന്ന് ശ്രമിക്കും. ഒന്നാമത്തെ പ്രത്യേകതയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒലിവൃക്ഷത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഗാധമാകുന്ന നിലയിൽ അതിനെ ഉറപ്പോടെ നിർത്തുന്ന വേരുകൾ അതിനുണ്ട്. അതെന്തിനെയാ കാണിക്കുന്നേ? അതിന് നാശം സംഭവിക്കുന്നില്ല, അത് നശിക്കപ്പെടുന്നില്ല. ആമേൻ, ആമേൻ. അതെന്ത് ചെയ്യുന്നില്ല?
നശിച്ചു പോകുന്നില്ല. ഒരു തെളിവ് മാത്രം ഞാൻ പറയാം. നോഹയോട് ദൈവം പറഞ്ഞു, മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കുക. നോഹ മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിച്ചു. പക്ഷെങ്കിൽ ഒറ്റ മനുഷ്യൻ അത് ഉൾക്കൊണ്ടില്ല, അത് ഏറ്റെടുത്തില്ല. അവസാനം ദൈവം എന്ത് ചെയ്തു? ഭൂമിയിൽ മഴ പെയ്ച്ചു. ഭൂമി, ആകാശത്തിന്റെ കവാടവും ഭൂമിയുടെ ഉറവയുടെ കവാടവും ദൈവം ഒരുപോലെ തുറന്നു. നിർത്താതെ 40 ദിവസം മഴ, പകലും രാത്രി നിർത്താതെ കണ്ടിന്യൂ മഴ. എന്തു പറ്റി? പ്രളയമുണ്ടായി, അല്ലേ? ഭൂമി എവിടായി? വെള്ളത്തിന്റെ അടിയിലായി. ഭൂമി എവിടായി? വെള്ളത്തിന്റെ അടിയിൽ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, വെള്ളത്തിന്റെ അടിയിൽ അത്രത്തോളം വെള്ളം ഉയർന്നു. ആലോചിച്ച്, അത്രയും 40 ദിവസം പോരാതെ മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ പ്രളയമായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണമേ, ഹല്ലേലൂയ. ഈ പ്രളയമെല്ലാം കഴിഞ്ഞ് നോഹയുടെ പെട്ടകത്തെ ദൈവം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ, നോഹ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം നോഹ ഒരു പ്രാവിനെ എന്ത് ചെയ്യുക? അയക്കുക. അല്ലെങ്കിൽ ഞാൻ ആ ഭാഗം എല്ലാം എടുക്കുന്നില്ല, സമയമില്ലാത്ത. ഒരു പ്രാവിനെ എന്ത് ചെയ്യുക? അയച്ചു. ഹല്ലേലൂയ. പ്രാവ് തിരിച്ചു വരുമ്പോൾ ഒരു അടയാളവുമായിട്ടാ വരുന്നത്. വചനം പറയുന്നു, അതെന്തോ ഇലയാ? ഒലിവിന്റെ. എത്ര പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പ്രാവിന്റെ ചുണ്ടിലിരുന്ന ഇല ഒലിവ് വൃക്ഷത്തിന്റെ ഇലയാ. നിങ്ങളൊന്ന് ആലോചിച്ച്, അത്രയും ദിവസം മഴ പെയ്തിട്ട് സകല വൃക്ഷങ്ങളും നാശമായി തകർന്നുപോയ സമയത്ത്, ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഒലിവിന്റെ വൃക്ഷം തകർന്നില്ലെന്ന്, ഒലിവിന്റെ വൃക്ഷം നശിച്ചില്ലെന്ന്, ഒലിവിന്റെ വൃക്ഷം നശിച്ചു പോയില്ല. ഒലിവിന്റെ വൃക്ഷത്തിലെ പച്ച ഇല കടിച്ചു പിടിച്ചുകൊണ്ടാണ് നോഹയുടെ അടുത്തേക്ക് അടയാളവുമായിട്ട് പ്രാവ് പറന്നിറങ്ങിയത്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒലിവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഴങ്ങളിലേക്ക് വേരുള്ള വൃക്ഷമാണ് ഒലിവ്. ആഴങ്ങളിലേക്ക് വേരുള്ള വൃക്ഷമായതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും നശിച്ചു പോകാതെ നിലനിൽക്കാൻ ഒരു കഴിവ് ദൈവം അതിന് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനെ നിർത്തിക്കൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ അരച്ചിരിക്കുന്ന ഒലിവിന്റെ വൃക്ഷത്തിന് സമമാണ്. ഇന്ന് പകൽക്കാലം ഒരു ദൂത് പറയാം. എന്തെല്ലാം നിന്നെ നശിപ്പിക്കാൻ നോക്കിയാലും, എന്തെല്ലാം നിന്നെ തകർക്കാൻ നോക്കിയാലും, എന്തെല്ലാം നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയാലും, ആത്മധൈര്യത്തോടെ വിളിച്ചു പറ. ഇന്ന് പകൽ ആത്മധൈര്യത്തോടെ വിളിച്ചു പറ, എന്റെ ദൈവത്തെ താഴെറിയ ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് എന്നെ തോൽക്കുകയാണ്, എന്നെ ഇല്ലാതാക്കാൻ നിനക്ക് കഴിയത്തില്ല, നിനക്ക് കഴിയത്തില്ല. ഇന്ന് ചില കുടുംബത്തിലേക്ക് പരിശുദ്ധമാവും കുടുംബത്തെ തകർക്കുകയാണ് ദൈവം അനുവദിക്കപ്പെടുന്നത്. ഇന്ന് വളർച്ചയില്ല. പോലെ നിനക്കൊന്ന് വളരാൻ പറ്റുമോ? നിനക്കൊന്ന് ഉറപ്പോടെ നിൽക്കാൻ പറ്റുമോ? നിനക്ക് ഉറപ്പോടെ നിൽക്കാൻ പറ്റുമോ? ശത്രുവാകുന്നവൻ മഴയെയും മണ്ണിനെയും മാറ്റിയിടുമോ? ഉറപ്പിന്റെ തകർക്കുന്ന
ഒലിവ് വൃക്ഷത്തിന്റെ തലമുകളിലൂടെ എന്തെല്ലാം പോയെന്ന് പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാം, അത് നശിക്കത്തില്ല. അത് നശിക്കത്തില്ല. കാരണം ആഴമേറിയ വേരുകൾ അതിനുണ്ട്. ആഴമേറിയ വേരുകളുണ്ട്. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? യേശുവുമായിട്ടുള്ള ആഴമേറിയ ഒരു ബന്ധം നിനക്കുണ്ടോ? നിനക്കുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ആത്മാവിനൊരു ഉറപ്പ് തരാം. ആത്മാവിനൊരു ഉറപ്പ് തരാം. നിന്റെ തലയ്ക്ക് മുകളിലൂടെ പല വിഷയങ്ങൾ കടന്നുപോയാലും നിന്റെ ഉറപ്പിനെ തകർക്കാൻ, നിന്റെ നിലനിൽപ്പിനെ തകർക്കാൻ പിശാചിന് കഴിയത്തില്ല. ഇന്നവകൾ ആത്മാവിനോട് അങ്ങനെ പറയട്ടെ. എന്നിട്ട് ദൈവാത്മാവിനോട് പറയുന്നു, ചിലരെ ഉറപ്പിക്കുന്ന പകലായിരുന്നു, ചിലരെ ഉറപ്പിക്കുന്ന പകലായിരുന്നു. നിന്റെ ശരീരത്തെയാകട്ടെ, നിന്റെ മനസ്സാകട്ടെ, നീ ജോലി ചെയ്യുന്ന ഇടമാകട്ടെ, നിന്റെ ഭവനമാകട്ടെ, ആത്മാവിനോട് പറയുന്നു, ഉറപ്പിക്കുന്ന ദൂതാണിത്, ഉറപ്പിക്കുന്ന ദൂതാണിത്, ഉറപ്പിക്കുന്ന ദൂതാണിത്, നിലനിർത്തുന്ന ദൂതാണിത്. ഉറപ്പിക്കുന്ന ദൂതതരം എന്താ? നിന്റെ ഉറപ്പിന്റെ വിരോധമായി, നിന്റെ നിലനിൽപ്പിന്റെ വിരോധമായി സത്യവാദത്തവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തികളുടെ വിരോധമായി അവിടെ ഓടിക്കത്തില്ല, അവിടെ നിരക്കത്തില്ല, വിരോധമായി എല്ലാവരെയും ചില ഇറങ്ങി ചെല്ലുന്നത് കാണുകയാണ്. ആത്മാവിൽ കാണുകയാണ്. ൂരത്വമാണെങ്കിൽ വിഷയമല്ല പ്രാപിക്കും. ആത്മാവിനോട് അതിശക്തമായിട്ട് പറയുന്നു, അതിന്റെ വിശ്വാസത്തിനുള്ള നിലനിൽപ്പിനെ ദേശത്താകട്ടെ, സഭയിലാകട്ടെ, രാജ്യത്താകട്ടെ, ഭവനത്തിലാകട്ടെ, ആത്മാവിന്റെ നിലനിർത്തത്തിന്റെ
അപ്പൊ ഒലിവിന്റെ വൃക്ഷം നിലനിൽക്കുന്ന വൃക്ഷമാണ്, നശിച്ചു പോകുന്നില്ല. ഒന്നാമത്തെ പ്രത്യേകത അതാ, നിലനിൽക്കുന്നതാണ്, നശിച്ചു പോകുന്നില്ല, നശിച്ചു പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്യുന്നില്ല? നശിച്ചു പോകുന്നില്ല. ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെടുന്നു. നിന്നെ നിലനിർത്തത്തില്ലെന്ന് പറയുന്നിടത്ത്, വ്യക്തിപരമായി, കുടുംബപരമായി, ആത്മീയപരമായി, ജോലിപരമായി എല്ലാം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇത് നിന്നെ നിലനിർത്തത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ആലോചന വിളിച്ചു പറയും.
നീ ഇവിടെ ഉറയ്ക്ക് എന്ന് പിശാച് പറയുന്ന ഇടത്തല്ല, നിന്നെ ഞാൻ ഇവിടെ ഉറപ്പിക്കത്തില്ല എന്ന് പിശാച് പറയുന്നിടത്ത് ദൈവം നിന്നെ ഉറപ്പിക്കുന്ന നാളുകൾ വരുന്നെന്ന് ദൈവാത്മാവാലോചന പറയുന്നു. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഈ വൃക്ഷത്തിന്റെ നിലനിൽപ്പിന്റെ പ്രത്യേകത, നശിക്കാത്തതിന്റെ പ്രത്യേകത ആഴമായൊരു ബന്ധം ഇതിന്റെ വേരുകൾ കൊണ്ട്. എന്തിനെ അത് കാണിക്കുന്നത്? ആഴമായൊരു ബന്ധം യേശുവായിട്ട് കർത്താവുമായിട്ട് ആഴമായൊരു ബന്ധമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവുമായിട്ട് ആഴമായൊരു ബന്ധം നിനക്കുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ആമേൻ. ആഴമായൊരു ബന്ധം പരിശുദ്ധാത്മാവുമായിട്ട് നിനക്കുണ്ടെങ്കിൽ നിന്റെ നിലനിൽപ്പിനെ പിശാച് തൊടത്തില്ല. നിന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിനെ പിശാച് തൊടത്തില്ല. നിന്റെ ആത്മീയ നിലനിൽപ്പിനെ പിശാച് തൊടത്തില്ല. നിന്റെ ജോലി മേഖലകളിലുള്ള നിലനിൽപ്പിനെ പിശാച് തൊടത്തില്ല. നിന്റെ മിനിസ്ട്രിയിലുള്ള നിലനിൽപ്പിനെതിരെ പിശാച് പോരാടിയാലും നിന്നെ ജയിക്കത്തില്ല. ആമേൻ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിലനിൽക്കണം, ഉറപ്പോടെ നിലനിൽക്കണം, ഉറപ്പോടെ നിലനിൽക്കണം. അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ചില മേഖലകളെ ഇന്ന് ഈ വചനത്തിന്റെ ദൂത് വെട്ടി മാറ്റുകയാണ്. വചനത്തിന്റെ ദൂത് അതിനെ ജയിക്കുകയാണ്. വചനത്തിന്റെ ദൂത മേഖലകളുടെ മേൽ അതിശക്തമായ ജയം വ്യാപരിച്ചു. ഞാൻ അവിടെ നിന്ന് തീരുകയില്ല. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് നശിക്കുന്നില്ല, അത് ഉറപ്പോടെ നിൽക്കും. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരുപാട് എണ്ണ തരുന്ന ഒരു വൃക്ഷമാണ് ഒലിവ്. ചരിത്രം പഠിപ്പിക്കുന്ന ഏകദേശം 57 ലിറ്റർ എണ്ണ. എത്ര? 57 ലിറ്റർ എണ്ണ ഒലിവിന്റെ വൃക്ഷത്തിൽ നിന്ന് എടുക്കാമെന്നാണ് പഠിപ്പിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ, 57 ലിറ്റർ. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന, ഒന്ന് പാചകത്തിന് ഉപയോഗിക്കാം, 2 വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കാം, 3 ശുദ്ധീകരണത്തിന് ഇത് ഉപയോഗിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പലവിധമാകുന്ന ഉപയോഗത്തിന് ഒരു ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഏത്? ഒലിവിന്റെ എണ്ണയെന്ന്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി? പാചകത്തിന് ഉപയോഗിക്കുന്നു. പാചകത്തിന്. 2 വിളക്ക് കത്തിക്കാൻ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നു. 3 ശുദ്ധീകരണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? സക്കറിയാവ് കണ്ടൊരു ദർശനം. ആ ദർശനം ഇങ്ങനെ കണ്ടു. 7 ഒരു വിളക്കാണ്, അതിന് 7 കവരം എന്ന് പറഞ്ഞ നമ്മുടെ സമാഗമന കൂടാരത്തിലെ വിളക്ക്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന നിലയിലുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിളക്കിന്റെ മുകളിൽ ഒരു കുടമുണ്ട്. ഈ വിളക്കിന്റെ മുകളിൽ എന്തുണ്ട്? കുടമുണ്ട്. കുടം. ഈ കുടത്തിന്റെ അകത്ത് എണ്ണ. സക്കറിയാവ് കാണുന്ന ഒരു ദർശനം, ഈ കുടത്തിന്റെ അകത്തൊരു എണ്ണ. ഈ കുടത്തിന്റെ അകത്തെ എണ്ണയാണ് ഈ വിളക്കിലേക്ക് എന്ത് ചെയ്യുന്നത്? ഒഴുകി വരുന്നത്. അതിന്റെ പ്രകാശത്തെ നിലനിർത്തുന്നത് എണ്ണയാണ്. എന്നാൽ അടുത്തത് സക്കറിയാവ് കാണുക, ഈ കുടത്തിന്റെ ഇരുവശങ്ങളിൽ 2 ഒലിവിൻ വൃക്ഷം. അത് സത്യത്തിൽ ഒരു വെളിപ്പാടാണ്, ഒരു ദർശനമാണ്. എന്നാൽ അതിന്റെ ഒരു ആത്മീയ അർത്ഥം ഞാൻ പറയാം. ആ ഒലിവിന്റെ എണ്ണ കാണിക്കുന്നതും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സാദൃശ്യപ്പെടുത്തുന്നു. മനസ്സിലാകുന്നുണ്ട്? എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനെ സാദൃശ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് സക്കറിയാവ് പറഞ്ഞത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ. അത് പറയാൻ കാര്യമല്ല, അത് പറയാൻ കാര്യമുണ്ട്. നീണ്ട 15-20 വർഷമായിട്ട് ദൈവാലയത്തിന്റെ പുനർ നിർമ്മാണത്തിനു വേണ്ടി ഒന്നും ചെയ്യാതെ, മനസ്സും മടുത്ത്, മനോബലം നഷ്ടപ്പെട്ട്, മനോധൈര്യം നഷ്ടപ്പെട്ട്
ഒന്നും ചെയ്യാതിരിക്കുന്ന സന്ദർഭത്തിലും, എന്ന് വെച്ചാൽ ജീവനുണ്ടെങ്കിലും ചത്തവരെ പോലെ. നേതൃത്വ നിരയും ജനവും ഇരിക്കുന്ന സമയത്തും, ഞാൻ ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കുന്നു, ജീവിക്കുന്നുണ്ടെങ്കിലും ചത്തവരെ പോലെ. ഇരിക്കുന്ന ജനത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവരുടെ മനോധൈര്യം അല്ലെങ്കിൽ മരിച്ചുപോയെങ്കിലും, ഇവരുടെ മനോബലം മരിച്ചുപോയെങ്കിലും, ഇവരുടെ നേതൃത്വ നിരയുടെ അല്ലെങ്കിൽ കഴിവുകൾ മരിച്ചുപോയെങ്കിലും പരിശുദ്ധാത്മാവ് മരിച്ചില്ല, ദൈവശക്തി മരിച്ചില്ല. അതിന്റെ തെളിവാണ് സക്കറിയാവ് കണ്ട വെളിപ്പാട്. ഹല്ലേലൂയ, എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒലിവ് വൃക്ഷത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, അതിന്റെ അകത്ത് എണ്ണ കൂടുതലാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? അതിന്റെ അകത്ത് എണ്ണ കൂടുതലാ. ഒരു വൃക്ഷത്തിന്റെ അകത്ത് ഏകദേശം 57 ലിറ്റർ എണ്ണ കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, ഇത് വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ മാറ്റുന്നതാണ്. ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്നതാണിത്. ശുദ്ധീകരണത്തിന് സഹായിക്കുന്നു. അശുദ്ധമായതിനെ ക്ലിയറാക്കുന്നതാണിത്. അശുദ്ധമായതിനെ ശുദ്ധീകരിക്കുന്നതാണിത്. എത്ര പേർക്ക് പറയുന്ന മനസ്സിലാക്കുന്നുണ്ട്? ഇത് പാചകത്തിന് ഉപയോഗിക്കുന്നു. എന്തിനെ കാണിക്കുന്ന? ചിലതിന്റെ ഒരുക്കത്തെയാണ് കാണിക്കുന്നത്, ചിലതിന്റെ ഒരുക്കത്തെയാണ് കാണിക്കുന്നത്. പാചകത്തിന് ഉപയോഗിക്കുന്നു. ഇന്ന് വകൽ ഞാൻ ആത്മാവിൽ പറയാം, പരിശുദ്ധയാത്മാവ് അകത്തുള്ള ദൈവത്തിന്റെ പൈതലെ, നിന്റെ മേൽ പ്രത്യേകതകളുണ്ട്. നമ്മുടെ മേലുള്ള പ്രത്യേകത എന്താ നമുക്കറിയത്തില്ല. എന്തിനാ ദൈവം വിളിച്ചെന്ന് പോലും പറഞ്ഞു വലിയ പിടിയില്ല. എന്തിനാ ദൈവം വിളിച്ച്? എന്തിനാ എന്റെ മേൽ അഭിഷേകം പകർന്നത്? എന്തിനാ എന്റെ മേൽ ശുശ്രൂഷ പകർന്നത്? പലർക്കും അറിയത്തില്ല. എന്നാൽ ഇന്ന് പകൽ ഒലിവിനെ നിങ്ങൾ നോക്കും. ഒലിവ് നമ്മളുമായിട്ട് താരതമ്യം ചെയ്ത പഠിച്ചുകൊണ്ടിരിക്കുന്നേ. ഒലിവ് നമ്മൾ തമ്മിൽ താരതമ്യം ചെയ്ത പഠിച്ചുകൊണ്ടിരിക്കുന്നേ. ഒലിവിന്റെ വൃക്ഷത്തിന്റെ പ്രത്യേകത പ്രൗഢമനോഹരമല്ല, സൗന്ദര്യമില്ല. പക്ഷേ ഒലിവിന്റെ അകത്ത് ഒരുപാട് എണ്ണയുണ്ട്. ഒലിവിന്റെ അകത്ത് ഒരുപാട് എണ്ണയുണ്ട്. ഇന്ന് പകൽ ഞാൻ ആത്മനിറവിൽ വിളിച്ചു പറയാം, നിന്റെ അകത്ത് അഭിഷേകത്തിന്റെ ശക്തിയുടെ ഒരു വർധനവ് ആവശ്യമാണ്. ദൈവശക്തിയുടെ ഒരു വർധനവ് നിന്റെ മേൽ ആവശ്യമാണ്. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ഈ പോക്ക് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്നോട് ആത്മാവ് അങ്ങനെ ഇടപെടുന്നു. ഈ പോക്ക് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ചത്തവരെ പോലെ ഇരിക്കാനല്ല പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം ചില ആത്മനിയോഗത്തിലൂടെ, ചില ആത്മനിയോഗത്തിന് വേണ്ടി നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഒന്ന് വളർത്തിയെടുക്കണം. മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ നിയോഗം എന്താണെന്ന് പോലും ജനം മറന്നുപോയപ്പോൾ ആത്മാവിന്റെ ചലനത്തിന് മാറ്റം വന്നില്ല. നിയോഗം എന്താണെന്ന് ജനം മറന്നുപോയി, നേതൃത്വ നിര മറന്നുപോയി. അല്ലെങ്കിൽ ഒരു ഉത്സാഹവും അവർ കാണിച്ചില്ല. ദൈവത്തിന്റെ പദ്ധതികളെ അവർ മറന്നു, ദൈവത്തിന്റെ ഉദ്ദേശത്തെ അവർ മറന്നു. ഒരു ഉത്സാഹവും അവരെ കാണിക്കാതിരുന്നപ്പോൾ അല്ലെങ്കിൽ സെക്കൻഡിയാവ് എന്ന് പറയുന്ന കാലനെ തന്റെ കൃപ പകർന്ന്, തന്റെ പ്രവചനാത്മാവിന്റെ ശക്തി പകർന്ന് എന്റെ ദൈവം എഴുന്നേൽപ്പിച്ചെന്ന് പറയാം. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ചെലവിനെ ജയിക്കണം. ഞങ്ങളെ വെളിപ്പാട് കണ്ടു. അത് വിളക്കിലേക്ക് പടരുന്നു. ആ വിളക്ക് കത്തി ശോഭിക്കുന്നു. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഏറ്റെടുത്ത പ്രാപിക്കുക. വിശ്വസിക്കുന്നവർ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം യേശുനാമത്തിൽ സമീപിക്കണം.
ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ
ഒരാത്മനിറവിന്റെ പകർച്ച പകൽ ഇതിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കും. ചാരത്തും ദൂരത്തും ഇരിക്കുന്നവരുടെ മേൽ ഒരാത്മപകർച്ച നടന്നുകൊണ്ടിരിക്കും. 3 കാര്യം നടക്കും. ഒക്കെ ചിലത് ഒരു ആത്മപകർച്ച, നിന്റെ മേൽ ആ നിറവ് വെളിപ്പെട്ടു. ഒലിവ് വൃക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു പ്രത്യേകത ഞാൻ പറയുന്നത് നശിക്കുന്നില്ല, ഉറപ്പാണെന്നില്ല. രണ്ടാമത്തെ വലിയൊരു പ്രത്യേകതയാ, ഏറ്റവും അധികം എണ്ണ തരുന്ന വൃക്ഷം ഒലിവ് വൃക്ഷം. എന്നോട് ആത്മാവ് പറയാം, ആ നിറവ് വെളിപ്പെട്ടാൽ, ആ നിറവ് വെളിപ്പെട്ടാൽ ഒന്ന് ചിലത് ഒരു, 2 ഇരുട്ട് മാറും, 3 ശുദ്ധീകരണം നടക്കും. ആമേൻ. യേശുവിന്റെ രക്തത്താൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ശുദ്ധീകരണം ഉണ്ടാകും. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ശുദ്ധീകരണം നടക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിൽ ശുദ്ധീകരണങ്ങൾ ഉണ്ടാകും. ആമേൻ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം, ആത്മനിറവ് ഇതിന്റെ അകത്ത് വെളിപ്പെട്ട് നിൽക്കുകയാണ്. ആത്മനിറവ്, ആത്മനിറവ്. ഹല്ലേലൂയ. പറഞ്ഞ് മനസ്സിലായോ? രണ്ടാമത്തെ പ്രത്യേകത, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ നിറവ് നമ്മളിലുണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രത്യേകത, ഒരു വൃക്ഷത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ചൂടടിക്കുന്ന ഇടം പൊട്ടിക്കിളറും. അതാ മൂന്നാമത്തെ പ്രത്യേകത. ഒരു വൃക്ഷത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ്, എവിടാണ് ഏറ്റവും കൂടുതൽ ചൂടടിക്കുന്നത് അവിടെ എന്ത് ചെയ്യും? പൊട്ടിക്കിളർക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലായോ?
അതാ മൂന്നാമത്തെ പ്രത്യേകത. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു വൃക്ഷമായ അത്യാവശ്യം, ആമേൻ, അതിനെ എത്ര വെട്ടിയെന്ന് പറഞ്ഞാലും അത് പൊട്ടി കിളിർക്കും. അത് ജീവിത സാഹചര്യത്തെ നിർത്തിയിട്ടുണ്ട്. അതെന്തിനെയാ കാണിക്കുന്നത്? എന്തിനെയാ അത് കാണിക്കുന്നത്? ചൂടടിക്കുന്ന ഇടം പൊട്ടിക്കിളിർക്കുന്ന വൃക്ഷമാണ് ഒലിവിന്റെ വൃക്ഷം. എന്താ അത് കാണിക്കുന്നത്? നമ്മളുമായിട്ട് എന്താ കാണിക്കുന്നത്? അല്ലെങ്കിൽ ഏറ്റവും അധികം ജീവിതത്തിൽ പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ നമ്മളിൽ ഒരു കിളിർപ്പുണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? അവിടെ നശിച്ചു പോവുകയല്ല ഒലിവ് ചെയ്യുന്നത്. എത്രത്തോളം സൂര്യൻ തന്റെ രശ്മികൾ ഒലിവിലേക്ക് ശക്തമായി അടിച്ചാലും അടിക്കുന്ന ഭാഗം കരിഞ്ഞു പോകുകയല്ല ചെയ്യുന്നത്, അവിടെ പൊട്ടിക്കിളർക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിൽ ചൂടേറിയ അനുഭവങ്ങൾ വരുമ്പോൾ നീ തളർന്നു പോകല്ല ചെയ്യേണ്ടത്. എത്ര പേർക്ക് പറയുന്ന മനസ്സിലാകും? നീ തളർന്നു പോകല്ല ചെയ്യേണ്ടത്, അവിടെ നിന്നൊരു കിളിർപ്പുണ്ടാകണം. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. മക്കള് നഷ്ടപ്പെട്ടു, മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, എന്തിന് ശരീരത്തിന്റെ സൗന്ദര്യവും ആരോഗ്യം വരെ നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ, ഒറ്റപ്പെട്ടവനെ പോലെ യോബായിരുന്നപ്പോഴും യോബിന്റെ പ്രത്യാശ പൊട്ടിക്കിളിർത്തോണ്ടിരുന്നു. യോബിന്റെ പ്രത്യാശ പൊട്ടിക്കിളിർത്തോണ്ടിരുന്നു. ഇന്ന് പകൽ ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ജീവിതത്തിൽ വൈഷമ്യമേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ജീവിതത്തിൽ വേദനകളിലൂടെ കടന്നു പോകുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ജീവിതത്തിൽ ശക്തമേറിയ ചൂടനുഭവിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് വരെ കേൾക്കുന്നുണ്ടോ? നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, അവിടെ ഒരു കിളിർപ്പുണ്ടാകാൻ പോകുകയാണ്. എത്ര പേര് രാമയം പറയും? എത്ര പേര് പറയും? ഏത് ഭാഗത്താണോ, ഏത് വിഷയത്തിന്റെ അകത്താണോ നീ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്, അവിടെ ഒരു കിളിർപ്പുണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവിനോട് ഇടപെടുകയാണ്. വിശ്വസിക്കുന്നു. ഇത്തളകൽക്കാലം ആ വൈഷമ്യമേറുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വാത്സല്യ ദൈവമൈതലേ, അത് നിന്റെ തകർച്ചയല്ല, അവിടെ നീ അറിയാത്തൊരു വളർച്ചയുണ്ടെന്ന്, നീ അറിയാത്തൊരു പൊട്ടിക്കിളർച്ചയുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് അത് അനുഭവിക്കുന്നത് നന്ദിയോടെ സ്തോത്രത്തോടെ. നീ കടന്നു പോകുന്ന പ്രയാസം, നീ കടന്നു പോകുന്ന വേദന, നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, നീ അനുഭവിക്കുന്ന ഭാരം, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, അവിടെ ഒരു പൊട്ടിക്കിളിർപ്പിന്റെ ദിവസങ്ങൾ വരുന്നു, അവിടെ ഒരു പൊട്ടിക്കിളിർപ്പിന്റെ സമയങ്ങൾ വരുന്നു, അവിടെ ഒരു പൊട്ടിക്കിളിർപ്പിന്റെ അനുഭവം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ നീ ഇതുവരെ കാണാത്തതോട് അവിടെ വളർന്നു വരുന്നത് നീ കാണുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വിളിച്ചു പറയാൻ പറഞ്ഞ് സ്വീകരിച്ചു. നീ അനുഭവിക്കുന്ന വേദനകളുടെ നടുവിൽ, പ്രദേശങ്ങളുടെ നടുവിൽ ഒരു പൊട്ടിക്കിളിർപ്പ് നടക്കുന്ന സമയം വരുന്നത് പ്രവചിച്ചു പറയുകയാണ്. രാമേനത്തിന് പേര് പറയും. ഒരു പ്രവചന ശബ്ദം പോലെ വിളിച്ചു പറയാൻ പരിശുദ്ധാത്മാവ് എനിക്ക് വിരോധം വരുന്നു. ഏത് വിഷയത്തിന്റെ അകത്താണോ നീ മാനസികമായി തകർന്നിരിക്കുന്നത്,
ഏത് വിഷയത്തിന്റെ അകത്താണോ നീ ശാരീരികമായി തകർന്നിരിക്കുന്നത്, ഏത് വിഷയത്തിന്റെ അകത്താണോ നിന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരിക്കുന്നത്, ആ വിഷയത്തിന്റെ അകത്ത് ഒരു തളിർപ്പുണ്ടാകാൻ പോകുന്നുണ്ട്, ഒരു പൊട്ടിക്കിളിർപ്പുണ്ടാകാൻ പോകുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവചന ശബ്ദം പോലെ ഇന്നുവരെ നിങ്ങളിലേക്ക് കൈമാറുമ്പോൾ, ഇന്നുവരെ ആത്മയോഗത്തോടെ അത് സ്വീകരിച്ച് ഇന്നുവരെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ യേശുവിൻ നാമത്തിലുള്ള നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത്, നിങ്ങൾ ഏത് വിഷയത്തിലാണോ വേദന അനുഭവിക്കുന്നത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്നത്, ആ ചൂടടിക്കുന്ന ഇടം പൊട്ടിക്കിളിർക്കുന്ന കാഴ്ച കാണാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് പ്രവചന ശബ്ദമായി കൈമാറുന്നു, പ്രവചന ശബ്ദമായി കൈമാറുന്നു. ഇന്നു പകൽ ഉറപ്പുള്ളവരാമേൻ പറയട്ടെ. ദൈവാത്മാവ് അങ്ങനെ ചെയ്യും. നീ ഇതുവരെ കാണാത്ത, ഇതുവരെ നിന്റെ കണ്ണ് കാണാത്ത, ഇതുവരെ നീ ആഗ്രഹിച്ചതാ പക്ഷെ കണ്ടിട്ടില്ല, നിനക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് കണ്ടിട്ടില്ല, എന്നാൽ നീ അത് കാണുന്ന സമയം വരുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുകയാണ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പൊ ഒരു വൃക്ഷത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ചൂടടിക്കുന്ന ഇടം എന്ത് ചെയ്യും? പൊട്ടി. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം, സമയം പോയി. അല്ലെങ്കിൽ നാലാമത്തെ കാര്യം, ഈ ഒലിവിന്റെ വൃക്ഷത്തിന്റെ നാലാമത്തെ പ്രത്യേകത, പ്രായം കൂടുമ്പോൾ ഈ വൃക്ഷത്തിന് പ്രായം കൂടുന്നതിനനുസരിച്ച്, എന്ന് വെച്ചാൽ വർഷത്തിന്റെ എന്താ പറയാ, വർഷം കൂടുന്നതനുസരിച്ച് അല്ലെ, അങ്ങനെ പറയാം. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനാ പ്രായം കൂടുന്നതനുസരിച്ച് പറയാം. ആ വൃക്ഷത്തിന് പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരു വൃക്ഷത്തിന്റെ പ്രത്യേകത ഫലം കൂടിക്കൊണ്ടിരിക്കും. ഒരു വൃക്ഷത്തിന്റെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ. ആ വൃക്ഷം വളർന്നു വരുന്ന സമയത്ത് തരുന്നതിനെക്കാട്ടിലും ഓരോ വർഷം കഴിയുമ്പോൾ തന്നോണ്ടിരിക്കുന്നു. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഇവിടെ നേരെ തിരിച്ച, നല്ല കാലത്ത് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടും, പ്രായം അണിക്കുമ്പോൾ ഈ ബലൂണ് കാറ്റ് വിട്ട പോലെ, ബലൂണിന്റെ കാറ്റ് വിട്ട. ആമേൻ. ഹല്ലേലൂയ. ഏത് പ്രായത്തിൽ ദൈവത്തിന് ഫലം കായ്ച്ചു, ദൈവത്തിന്റെ ഫലം കായ്ച്ചു. എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്ക്യൂസ് പറയുമ്പോഴാണ് ഓരോ പ്രശ്നം. ഒലിവാട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒലിവിന്റെ പ്രത്യേകത, പ്രായം കൂടുന്തോറും അനുസരിച്ച് ഒലിവ് ഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ഇന്നു പകൽ പരിശുദ്ധാത്മാവിൽ, ഞാൻ വിശദീകരിക്കുന്നില്ല ഭാഗം, അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രായം കൂടുന്നതനുസരിച്ച് നിന്റെ മേലുള്ള ദൈവിക ദൗത്യം നീ മറക്കരുത്, നിന്റെ മേലുള്ള കൃപ മറക്കരുത്, നിന്റെ മേലുള്ള ഫലം മറക്കരുത്. ഹല്ലേലൂയ. ഫലം പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറ, ദൈവമേ എന്നെ ഒന്നുകൂടൊന്ന് ചെത്തി വെടിപ്പാക്കണം, എന്നെ ഒന്നുകൂടൊന്ന് ചെത്തി വെടിപ്പാക്കണം. കൊടുക്കേണ്ട പോലെ ഫലം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുക, എന്നെ ഒന്നുകൂടൊന്ന് ചെത്തി വെടിപ്പാക്കണം. ചെത്തി വെടിപ്പാക്കുമ്പോ ഫലം വന്നു. ക്രൈസ്തലോട് ഹല്ലേലൂയ. പ്രായം പറഞ്ഞിരിക്കരുത്. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, പ്രായം കൂടുന്തോറും ഫലം കായ്ക്കുന്ന വൃക്ഷമാണ് ഒലിവിന്റെ വൃക്ഷം. കാലം പറഞ്ഞും പ്രായം പറഞ്ഞും സമയവും പറഞ്ഞിരിക്കരുത്. ഏത് സമയത്തും ദൈവത്തിന് മരണം വരെ ഫലം കായ്ക്കുന്നവനായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. Praise the Lord. Hallelujah. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏത് പ്രായത്തിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്. Praise the Lord. Hallelujah. അബ്രഹാമിനെയൊക്കെ ഒന്ന് എടുത്ത് പഠിച്ച്. Praise the Lord. Hallelujah.
ദൈവത്തെ അറിഞ്ഞ നാള് മുതൽ, ദൈവത്തെ കണ്ടുമുട്ടിയ നാള് മുതൽ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ ക്രൈസ്തലോട് ഹല്ലേലൂയ ജീവിതത്തിലെ പ്രായമേറുന്ന അനുഭവങ്ങളിലെല്ലാം ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അവൻ വിശ്വസ്തൻ. വിശ്വസ്തൻ. ഇത് ഇറങ്ങി തിരിക്കുമ്പോ വിശ്വസ്തന, പിന്നെ കുറെ കാലം കഴിയുമ്പോ ദൈവം എന്ത് പറയും? അവിശ്വസ്തൻ. പക്ഷെ അബ്രഹാം ഹല്ലേലൂയ തന്റെ ഈ ഭൂമിയിൽ നിന്ന് താൻ വേർപെട്ട് പോകുന്ന നാള് വരെ അബ്രഹാമിൽ നിന്ന് ആ സാക്ഷ്യം മാറിയിട്ടില്ല, അല്ലെങ്കിൽ മുൻപോട്ട് പഠിക്കുമ്പോൾ മാറിയിട്ടില്ല. തന്റെ ദൈവം പറയാം, അവൻ വിശ്വസ്തനാണ്. 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 ഞാനൊരു കാര്യം പറയാം, ദൈവം നമുക്കൊരു അഡ്രസ് തന്നാൽ, ദൈവം നമുക്കൊരു പേര് തന്നാൽ, ദൈവം നമുക്കൊരു സാക്ഷ്യം തന്നാൽ, മരണം വരെ അത് കാത്തു സൂക്ഷിക്കണം. മരണം വരെ അത് കാത്തു സൂക്ഷിക്കണം. മനുഷ്യൻ തരുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട. ദൈവം തരുന്ന സാക്ഷ്യം മരണം വരെ കാത്തു സൂക്ഷിക്കണം. എന്റെ നല്ല ഭടൻ, എന്റെ നല്ല ഭക്തൻ എന്ന് ദൈവം നമ്മളെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ മരണം വരെ അത് കാത്തു സൂക്ഷിക്കണം. മരണം വരെ അത് കാത്തു സൂക്ഷിക്കണം. അത് നഷ്ടപ്പെടുത്തി കളയരുത്. നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതാ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തി കളയരുത്. പരിശുദ്ധാത്മാവ് അതാ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം നഷ്ടപ്പെടുത്തി കളയരുത്. ഏത് പ്രായത്തിലും ഫലമുള്ളവരായിരിക്കും. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? ഏത് പ്രായത്തിലും ഫലം പുറപ്പെടുവിക്കുന്നവരാകണം. സ്തോത്രം. ഹല്ലേലൂയ. ചിലരെയും പ്രായമുള്ളുമ്പോ കൊച്ചു പിള്ളേരെ പോലെ അങ്ങല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവഭയവും ദൈവകൃപയും ഒക്കെ അകത്തുണ്ടെങ്കിൽ പ്രായമുള്ള സമയത്താണേലും എന്ത് ചെയ്യും? ഒരു കുഴപ്പമില്ല. സ്തോത്രം. ഹല്ലേലൂയ. സുബോധം ഉണ്ടെ പ്രശ്നമൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രായമുള്ള സമയത്താണെങ്കിലും കുഴപ്പമില്ല. നമ്മളിൽ ആ ദൈവകൃപ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഏത് സമയത്താണെങ്കിലും നമ്മളിൽ നിന്ന് ആ ഫലമായിരിക്കും പുറപ്പെടുന്നത്. നേരത്തെ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നതാണ്. ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ സ്തോത്രം. ഒലിവിന്റെ പ്രത്യേകത പ്രായം കൂടുന്തോറും ഫലം. എന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയും പുതിയ ഫലങ്ങൾ എന്ത് ചെയ്യണം? ഫലം കുറയരുത്, ഫലം വർദ്ധിക്കണം. അതാ പറഞ്ഞത്, ദൈവാത്മാ പറഞ്ഞത്, എവിടെങ്കിലും വർദ്ധിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, എന്നെ ഒന്ന് ചെത്തി, എന്റെ കൊമ്പുകളെ ഒന്ന് ചെത്തി, എന്റെ കൊമ്പുകളെ ഒന്ന് ചെത്തി വെടിപ്പാക്കണം, എന്റെ കൊമ്പുകളെ ഒന്ന് ചെത്തി വെടിപ്പാക്കണം. എന്തിനാ? ഇച്ചിരി വേദനിച്ചാലും സാരമില്ല, എനിക്ക് നല്ല ഫലം കഴിക്കും, എനിക്ക് നല്ല ഫലം കഴിക്കും. അതാരാ പ്രാർത്ഥിക്കുന്ന അറിയോ? ആ പ്രാർത്ഥന ആരാ പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ തെരഞ്ഞെടുത്ത പുള്ളികളല്ല, ദൈവം തെരഞ്ഞെടുത്തവരാണ്. മനസ്സിലായോ? ദൈവത്തെ തെരഞ്ഞെടുത്ത ആൾക്കാർ എന്ത് ചെയ്തില്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ദൈവം തെരഞ്ഞെടുത്തവരാണോ അവര് പ്രാർത്ഥിക്കും, അപ്പാ നീ എന്നെ തെരഞ്ഞെടുത്തതല്ലേ, നല്ല ഫലം കായ്ക്കാൻ എന്നെ ഒന്ന് ചെത്തിപിടിപ്പാണ്. അവർക്ക് മനസ്സിലായി പറയും. ഇന്ന് പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പറയുന്നു, നല്ല ഫലം ദൈവമക്കളെ, നിങ്ങൾ നല്ല ഫലം എന്ത് ചെയ്യണം? നല്ല ഫലം നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിൻ നാമത്തിൽ. 4 പ്രത്യേകതയാ പറഞ്ഞു. ഒന്ന്, നശിക്കുന്നു. ഒരു ക്രിസ്തീയ ഭക്തനെ ചേർത്ത് വെച്ച് ഈ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കണം. ഒന്ന്, നശിക്കത്തു, നശിച്ചു പോകത്തില്ല. നശിച്ചു പോകുന്ന ഒരു ജീവിതമല്ല ദൈവം നമുക്ക് തന്നത്. നിത്യതയോളം നമ്മളെ നിർത്തുന്ന ഒരു ജീവിതമാണ്, എന്നേക്കും നിലനിൽക്കുന്ന ഒരു ജീവിതമാ ദൈവം നമുക്ക് തന്നത്. എന്നേക്കും വാഴുന്ന ഒരു ജീവിതമാ ദൈവം നമുക്ക് തന്നത്. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഴമായ ഒരു ബന്ധം ക്രിസ്തുവുമായിട്ടുണ്ടാകട്ടെ. രണ്ടാമത് എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞു? എണ്ണ. ഹല്ലേലൂയ. ഒരു വൃക്ഷത്തിലൂടെ ലഭിക്കപ്പെടുന്ന എണ്ണയുടെ കണക്ക് ചെറുതല്ല.
57 ലിറ്ററോളം എണ്ണ കിട്ടും. എന്തിനാ കാണിക്കുന്നത്? നമ്മുടെ അകത്തുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനെയാണ് അതിനോട് താരതമ്യപ്പെടുത്തി പറഞ്ഞത്. അത് വന്നാൽ ഒന്ന് ചില ഒരുക്കങ്ങൾ നടക്കും, ചില ഇരുട്ട് മാറും, അല്ലെങ്കിൽ അനേകർ വെളിച്ചത്തിലേക്ക് വരും. മൂന്ന്, സ്തോത്ര ശുദ്ധീകരണം നടക്കും. ദൈവസാന്നിധ്യം അകത്തുണ്ടല്ലേ ശുദ്ധീകരണം നടക്കും. കാരണം ദൈവസാന്നിധ്യത്തിന്റെ നിറവുണ്ടെങ്കിൽ ജഡം ജയിക്കത്തില്ല. മനസ്സിലായോ? ദൈവസാന്നിധ്യത്തിന്റെ നിറവുണ്ടെങ്കിൽ ജഡം എന്ത് ചെയ്യത്തില്ല? ജയിക്കത്തില്ല. ദൈവസാന്നിധ്യത്തെക്കാൾ ഉപരി ജഡത്തിന് പ്രവർത്തിക്കാൻ ഇടകൊള്ളുമ്പോഴാണ് ജഡം ജയിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മളൊന്ന് ഫുൾഫിൽ നമ്മളൊന്ന് നിറഞ്ഞ് ദൈവസാന്നിധ്യത്തിൽ ഇന്ന് പകൽ ആ നിറവിന്റെ ശക്തി ഇതിനകത്ത് ദൈവം അയച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ നിറവിലൊന്ന് മുന്നേറിക്ക് ജഡത്തെ ജയിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമത്തത്, ഏറ്റവും കൂടുതൽ ചൂട് അടിക്കുന്ന ഇടം പൊട്ടിക്കിളർക്കും. അവിടെ ഉണങ്ങി ഹല്ലേലൂയ തകർന്നു പോകത്തില്ല. ഏറ്റവും കൂടുതൽ ചൂടടിക്കുന്ന ഇടമാണ് ഒടുവിൽ പൊട്ടിക്കിളർക്കുന്നത്. ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടോ അവിടെയാണ് ഒരു കിളിർപ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാലാമത്തെ പ്രത്യേകത എന്താ പറഞ്ഞേ? ഹല്ലേലൂയ. പ്രായം കൂടുന്തോറും, വർഷം കൂടുന്തോറും എന്ത് ചെയ്യും? ഫലങ്ങൾ കായ്ച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇതിനെ നിർത്തിക്കൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാണ്. എത്ര പേര് രാമയം പറയും? എത്ര പേര് രാമയം പറയും? ഇന്ന് പകൽക്കാലം പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രത്യേകതകൾ അങ്ങോട്ട് മുൻനിർത്തിക്കൊണ്ട് ദാവീദ് പറയാ, ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നത് അതുതന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് മുതൽ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ഒരു ഒലിവ് വൃക്ഷം പോലെ എന്നെ ആക്കണമേ. ഒരു ഒലിവ് വൃക്ഷത്തിന് സമാനമായി, അല്ലെങ്കിൽ ഒലിവ് വൃക്ഷത്തെ പോലെ, ഒലിവ് വൃക്ഷത്തിന്റെ പ്രത്യേകതകൾ പോലെ എന്നെ ആക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ എഴുന്നേറ്റ് വന്നാലും അതിന്റെ നടുവിൽ ഞാൻ നശിക്കത്തില്ല. ക്രിസ്തുവുമായിട്ടുള്ള അഗാധമേറിയ ബന്ധത്തിൽ ഞാൻ ഉറപ്പോടെ നിൽക്കും. ഹല്ലേലൂയ. എന്നിൽ പരിശുദ്ധാത്മാവിന്റെ വളർച്ച ഉണ്ടാകും. ഹല്ലേലൂയ. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, അവിടെ ഞാൻ പൊട്ടിക്കിളിർക്കും. അവിടെ ഞാൻ നിരാശപ്പെട്ടു പോകത്തില്ല. അവിടെ ഞാൻ പിന്മാറി പോകത്തില്ല. അവിടെ എനിക്കൊരു പുതിയ വളർച്ചയുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എത്രയോ നാൾ ദൈവം തരുന്നു, അത്രയും നാളും എന്നിൽ നല്ല ഫലം ഞാൻ കായ്ക്കും. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ, ഇതിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? എത്ര പേർക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ സമർപ്പിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കണ്ണുകൾ ഒരു നിമിഷം അടച്ചാൽ, കണ്ണുകൾ അടച്ചാൽ, യേശുവിൻ നാമത്തിൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ചാൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. യേശുവിൻ നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ച് സ്തോത്രം ചെയ്താൽ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടത് ഒലിവിന്റെ വൃക്ഷത്തോട് താരതമ്യപ്പെടുത്തിയാണ്. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഒലിവിന്റെ വൃക്ഷത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലായത്. ഇനി നിന്നിലേക്ക് നോക്കി ഈ വെളിപ്പെടുത്തിയ ഭാഗത്ത് എവിടെയെങ്കിലും നിനക്ക് കുറവ് വന്നിട്ടുണ്ട്, ഇതുപോലെ നീ ദൈവത്തോട് ആ ഭാഗം ക്രമീകരിച്ചിട്ട് ഒരാഴമേറിയ ബന്ധം പരിശുദ്ധാത്മാവുമായിട്ടുണ്ടാകട്ടെ, ദൈവവുമായിട്ടുണ്ടാകട്ടെ. അത് മാത്രമല്ല, ഹല്ലേലൂയ, ഒരാത്മാവിന്റെ നിറവ് നിന്നിലുണ്ടാകട്ടെ. അത് മാത്രമല്ല, പ്രതികൂല സാഹചര്യങ്ങൾ എവിടാണോ അനുഭവിക്കുന്നത് അവിടെ ഒരു വളർച്ച ഉണ്ടാകട്ടെ. അത് മാത്രമല്ല, ഹല്ലേലൂയ, മുൻപോട്ട് പോകുന്നു നിന്നിൽ ദൈവത്തിന്റെ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവേ,
ഈ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കും. ഒന്ന് സമർപ്പിച്ചാണ്. ഹല്ലേലൂയ. എല്ലാവരും സമർപ്പിക്കാൻ ഞാൻ നിർബന്ധിക്കുന്നു. ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദം നിങ്ങളോട് ഇടപെട്ടെങ്കിൽ, ഹല്ലേലൂയ, എന്നോട് ഈ വചനം സംസാരിച്ചു, എനിക്കത് ബോധ്യമായി, അത് എന്നോടാണെന്നുള്ള ബോധ്യത നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, അവർ മാത്രം സമർപ്പിച്ചാൽ, അവർ മാത്രം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കും, എല്ലാ കണ്ണുകളും അടച്ച് അല്പനേരം സ്തോത്രം ചെയ്താണ്. അടകമനഗണ ഉടജാരകമനഗണ ഹദന ൂരപ്രവാചകമനഹസ്യാർത്ഥകമനഗണ ദാലഗടകമനഗ ജഗനാഥന അടകാമന ജഗദ്ധനാദരഗ ഉടകമനഗലഗടഗടഗത്തുരാജനാഥ പ്രപാദന. പ്രാർത്ഥിച്ചാട്ട് അല്പനേരം യേശുവിൻ നാമം ആത്മനിറവിലൊന്ന് പ്രാർത്ഥിക്കാമോ? ആത്മശക്തിയോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അല്ലെങ്കിൽ തുടക്കങ്ങൾ, നിറവിന്റെ ഹല്ലേലൂയ നിറവിനെ പ്രാപിക്കുവാൻ ഇന്ന് പകലൊന്ന് സമർപ്പിക്കാമോ? കുടല ജഗന റഗധനാദര കൂടമനഗലഗടക ശബ്ദരാജനാദര. ഇതുവരെ നീ പ്രാപിക്കാത്തൊരു ദൈവകൃപ, ഇതുവരെ പ്രാപിക്കാത്തൊരു ദൈവശക്തി നിന്റെ അകത്തുളങ്ങളിൽ ദൈവം ഇന്ന് പകൽ പകർന്നിട്ടുണ്ട് കേട്ടോ. അടക മനക ജഗന ധിരമനഗട കുടകമനഗടക ശബ്ദരമനഗടക അതരാമനാരകനഗടക ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ ഭാരം അനുഭവിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ഒരു കിളിർപ്പ് ഞാൻ കാണുന്നു കേട്ടോ. ഒരു കിളിർപ്പ് ഞാൻ കാണുന്നു. ഉടക മനക ഒരു തളിർപ്പ് ഞാൻ കാണുന്നു. പൊട്ടിക്കിളിർക്കുന്നത് പോലെ ഇതുവരെ കാണാത്തൊരു കാഴ്ച ചില വിഷയങ്ങളുടെ അകത്തളങ്ങളിൽ സംഭവിക്കാൻ പോകുന്നെന്ന് കർത്താവ് എന്നോട് ഇടപെടുകയാണ്. ഉടാമന ജഗരഗട അധരമനഗടഗടക ശബ്ദരാജകമനഗടകസി. പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് യേശുവിൻ നാമത്തിൽ ഉടക മനക റഗന അന്തലഗടക ധിരപ്രവാചകമനഗടകസി ഉടകമനഗലഗടക ധനാജഗന റഗന റഗധന ഭീഗമനഗലഗടക ശബ്ദനാജര അതരമനഗടക പ്രഭാഗമനഗടക ധനാജഗര. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ചില വിഷയത്തിന്റെ അകത്ത് ദൈവം ഉറപ്പിക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവിനെ ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ. ചില വിഷയങ്ങളുടെ അകത്ത് ചിലരെ ദൈവം ഉറപ്പിക്കാൻ പോകുന്നു. ആത്മീയത്തിൽ ചിലരെ ഉറപ്പിക്കാൻ പോകുന്നു. ജോലി മേഖലകളിൽ ചിലരെ ഉറപ്പിക്കാൻ പോകുന്നു. ചില വാഗ്ദത്തങ്ങളിൽ ചിലരെ ഉറപ്പിക്കാൻ പോകുന്നെന്ന് കർത്താവിനോട് പറയുന്നു. കുടാമന റഗധനാദന ഉടകമനഘടക ധിരപ്രവാചകമനഘടകസി അതലഘടകമനക ചുടാരകടക. പ്രാർത്ഥിച്ചേ ആത്മാവി പ്രാർത്ഥിച്ചേ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അടക മനക ഭൂരകമനഘടക അന്തലഘടകമനക ജഗരാധിരാജന. ചിലരെ ഉറപ്പിക്കാൻ പോവുക. കാലുകൾ ഇടറി നിൽക്കുന്ന ചില വിഷയങ്ങളകത്ത്, കാലുകൾ ഇടറി നിൽക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് ഉടക മനാറകത്തമനഘടക നിന്നെ ഉറപ്പോടെ നിർത്തുന്ന ഒരു പ്ലാറ്റ്ഫോം യേശുവിൻ നാമത്തിൽ വെളിപ്പെടാൻ പോകുന്നു. എന്നെ ഉറപ്പോടെ നിർത്തുന്ന ഒരു പ്ലാറ്റ്ഫോം വെളിപ്പെടാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. അടക മനക രഗധന മനഘടകധന പൂരകമനഘടകടക ശകാരകടകടകി. ചിലരെ എന്റെ ദൈവം കൂടുതൽ ഫലമുള്ളതാക്കാൻ ചിലരെ ചെത്തി വെടിപ്പാക്കുമെന്ന് ദൈവനോട് പറയുന്നു കേട്ടോ. അങ്ങനെ ചിലരെ ചെത്തി വെടിപ്പാക്കും. അടക മനാധര ജഗൽക്കമനഘടക. കർത്താവ് പറയുന്നു, ചില മുറിവുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും കേട്ടോ. ചില മുറിവുകൾ നിന്റെ ലൈഫിൽ ഉണ്ടാകും. എന്നാൽ അത് നിനക്ക് ഒരു മുറിവായിട്ട് ഹല്ലേലൂയ സ്തോത്രം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചാലും കർത്താവിനോട് പറയുന്നു, നാളെ നിന്നിൽ ചില നല്ല ഫലങ്ങൾ കായ്ച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. യേശുവിൻ നാമത്തിൽ സംഭവിക്കേണ്ടത് ദൈവമേ നിനക്ക് ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ നിന്റെ ഹിതമനുസരിച്ച്
ആത്മാവത് ചെയ്യണമേ, ആത്മാവത് ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ അല്പനേരം നമുക്ക് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാം. അല്പനേരം നമുക്ക് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാം. അല്പനേരം നമുക്ക് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച്, അല്പനേരം ആത്മാവിൽ പ്രാർത്ഥിച്ച്, അല്പനേരം ആത്മാവിൽ പ്രാർത്ഥിച്ച്. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച്. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും, ദൂരത്തും ചാരത്തും ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ച്. ഒരു ഒലിവിനെ പോലെ എന്നെ ആക്കണമേ. ഒരു ഒലിവ് തൈയുടെ ഗുണം പോലെ, ഒരു ഒലിവ് തൈയുടെ പ്രത്യേകതകൾ പോലെ ദൈവമേ എന്നിൽ അങ്ങ് തന്റെ പ്രവൃത്തി ചെയ്യണമേ. അല്ല, പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ദൈവം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ. ദാവീദിനെ പോലെ ദൈവത്തോട് ചേർന്നിരിപ്പാൻ ഞങ്ങളെ ദൈവം സഹായിക്കണമേ, ഞങ്ങളെ ദൈവം സഹായിക്കണമേ, ഞങ്ങളെ ദൈവം സഹായിക്കണമേ. ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കുക. ധനത്തിലല്ല, ഞങ്ങൾ മറ്റൊന്നിലുമല്ല, ഞങ്ങൾ ആശ്രയിക്കുന്നത് ഞങ്ങളുടെ ദൈവത്തിലാണ്. ഞങ്ങൾ ആശ്രയിക്കുന്നത് ഞങ്ങളുടെ ദൈവത്തിലാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. സ്തോത്രം. വിശുദ്ധന്മാർക്ക് നല്ലൊരു മാതൃകയായ ദാവീദിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയുള്ളവരായി തീരുവാൻ നമുക്കൊന്ന് സമർപ്പിക്കാം, നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവിൻ നാമത്തിൽ കണ്ണുകളെ അടച്ച്, കണ്ണുകളെ അടച്ച് നമുക്ക് വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളെല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ ഇപ്പോൾ ജെയിംസ് അച്ഛൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. നിത്യനായി ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും മനോഹരമായ ഈ നല്ല ഉച്ച സമയത്തിനായി സ്തോത്രം. എല്ലാ ബുധനാഴ്ച പകലും കർത്താവേ, കൂട്ടായ്മയുടെ ബന്ധത്തിൽ വാത്സല്യ ഭവനത്തിൽ കൂടി വരുന്ന കൂട്ടായ്മ ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചുരുക്കം പേരെങ്കിലും കർത്താവെ ആത്മീയമായി ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളെ കേൾപ്പാൻ ഒക്കെ സ്വർഗ്ഗം സഹായിച്ചല്ലോ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവത്തിൽ കൂടി നടത്തിയ ദൈവത്തിന്റെ എല്ലാ വഴികൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ധാരാളമായി സഹായിക്കണമേ. കൂടുവരവ് അനേകർക്ക് ആശ്വാസം പകരുവാൻ, സമാധാനം പകരുവാൻ, നിത്യജീവന്റെ അനുഭവത്തിലേക്ക് വഴിനടത്തുന്ന ഒരു അനുഭവത്തിലേക്ക് വഴിനടത്തുന്ന കൂട്ടായ്മയായി മാറുവാൻ കർത്താവ് സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷ നടത്തിക്കൊണ്ടു പോകാനുള്ള ദൈവകൃപ, ദൈവ സാന്നിധ്യം പകർന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി സംരക്ഷിക്കണം. ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ വഴി നടത്തണമേ. വാത്സല്യ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി സഹായിക്കുന്നു. മാതാപിതാക്കളെ ഓർക്കുന്നു, സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന്റെ മധ്യത്തിൽ മാന്യമായ നിലവാരത്തിൽ മാനിക്കുന്ന ദൈവകൃപയിൽ നിറച്ചുകൊണ്ട് നടത്തുന്ന ദൈവത്തിന്റെ വഴികൾക്കായി സ്തോത്രം. വരും കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ഹിതം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദേശത്ത് വെളിപ്പെടുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് പകലിൽ കർത്താവെ, കാലാവസ്ഥയുടെ വ്യത്യാസത്തിലും കർത്താവെ പ്രയാസകരമായ അനുഭവത്തിലും കർത്താവെ നടന്നു വരുവാൻ ദൈവമായ കർത്താവ് ചുരുക്കം വരെ ഒരിക്കൽ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും പേര് വരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ ആത്മീയ നിലവാരത്തിലെ ഭൗതികമായ തലത്തിലെ ശാരീരികമായ മണ്ഡലങ്ങളിലെ അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ വളരെ വ്യക്തമായി ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട് സംസാരിച്ചു തോർന്ന ദൈവത്തിന് നന്ദി പറയുന്നു. കേട്ട വചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പകലിൽ ഞങ്ങൾ മടങ്ങി പോകുന്നവരായി തീരുവാൻ, ആത്മാവിൽ ഞങ്ങൾ ബലം പ്രാപിക്കുന്നവരായി തീരുവാൻ ഓരോരുത്തരെയും സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന. പ്രത്യേകിച്ച് ഒരു ഭക്തനെ സംബന്ധിച്ച് കർത്താവ് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഒരു വൃക്ഷത്തോട് സാമ്യപ്പെടുത്തി കർത്താവെ, അല്ലെങ്കിൽ കർത്താവ് വളരെ വ്യക്തമായി ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെട്ടതോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഈ വൃക്ഷത്തിൻ്റെതായ പ്രത്യേകത 4 ഘട്ടങ്ങളിലായി വിവിധ മേഖലകളിൽ, വിവിധ തലങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ, കേട്ട വചനങ്ങളെ
ആഴമായി ഏറ്റെടുക്കാനും അത് ഞങ്ങളുടെ ആത്മീയ തലത്തിൽ പ്രായോഗികമായ നിലവാരത്തിൽ കർത്താവെ വഴി നടത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആഴമേറിയ ഒരു ബന്ധം ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് പകരം യേശുക്രിസ്തുവുമായി ആഴമേറിയ ഒരു ബന്ധം സ്ഥാപിപ്പാൻ തക്കവണ്ണം ബലമുള്ള ബന്ധമാക്കി തീർപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിച്ചല്ലോ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിറവ് പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നിറഞ്ഞു കഴിയുന്ന ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം കർത്താവേ. അതോടൊപ്പം തന്നെ വലിയ പ്രയാസവേളയിൽ, പ്രതിസന്ധി വേളയിൽ, പ്രതികൂല വേളയിൽ തളർന്നു പോകുന്ന അനുഭവമല്ല. ഒരു ദൈവവിധനെ സംബന്ധിച്ച് ഇവിടെ പ്രതീക്ഷകളും പ്രത്യാശകളും വർദ്ധിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് വഴി നടത്തുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഓർപ്പിച്ചല്ലോ. ദൈവത്തിന്റെ സ്തോത്രം കർത്താവേ. അധികമായി ദൈവസന്നിധിയിൽ ഫലം സന്ദേശത്തെ ഇന്ന് പകലിൽ ഞങ്ങൾ പൂർണ്ണമായി അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനത കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ശക്തി വെടിപ്പാക്കിക്കൊണ്ട് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വഴി നടത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. എല്ലാ വചനത്തിനായി നല്ല വചനത്തിനായി കർത്താവ് വചനം സുഹൃത്തുക്കാൻ തന്നെ അഭിഷിക്തനെ കർത്താക്കളെടുത്ത് ഉപയോഗിച്ചല്ലോ. നന്ദി കറിഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ കർത്താവെ സമാധാനത്തോടെ വഴി നടത്തുവാൻ സ്വർഗീയ പിതാവ് ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തത്താൽ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആ വയനാടിന്റെ പ്രദേശത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജനിക്കുന്നതിനും വിചാരിക്കുന്നതിനും പ്രയാസകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കർത്താവ് ഇപ്പോഴും ശരീരങ്ങൾ കർത്താവെ കണ്ടുകിട്ടാൻ കഴിയാതെ ഒരു ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ വേദനയോടെ ഭാരത്തോടെ ഉച്ചൂരും ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ കൈവടിഞ്ഞു കർത്താവ് ഇപ്പോഴും ഡെഡ് ബോഡി കണ്ടുകിട്ടാൻ കഴിയാതെ അറിയുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവെ ഈ ദാരുണത്തെ ഓർക്കുമ്പോൾ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ എത്രയോ ഭാഗ്യവതിയുള്ളവരാണ്. ഈ ദുരന്ത പ്രയാസകരമായ അനുഭവത്തിലായിരിക്കുന്നവരെ പ്രത്യേകമായ നിലവാരത്തിലേക്ക് ആശ്വാസം പകരുവാൻ, സമാധാനം പകരുവാൻ ഇന്ന് പകരം കർത്താവിന്റെ വലിയ സാന്നിധ്യം ആ പ്രദേശത്ത് വെളിപ്പെടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സുരക്ഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തെ അവരെ വളരെയധികം സഹായിക്കണമേ. കർത്താവെ അടിയിൽ പ്രിയപ്പെട്ടവർ ഇപ്പോഴും മണ്ണിന്റെ അടിയിൽ മറന്നു കിടക്കുന്ന മൃതശരീരങ്ങൾ പുറത്തെടുക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരുടെ പ്രചോദനമാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ദൈവമേ ഞങ്ങളുടെ ആത്മീയ നിലവാരത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ഭാരമായി തീരുമാനം. കർത്താവെ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം അത് ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്ന കർത്താവ് പിരിയാത്ത സ്ഥാനത്തിൽ കൂടെ ഇരിക്കണം. പ്രാർത്ഥന യാചന കണ്ടുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ സ്നേഹം, യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം കാവൽ പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളുടെ മേലും തീരാ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട കേൾക്കപ്പെട്ട തിരുവചസ്സുകളുടെ മേലും പ്രാപിച്ച അഭിഷേകത്തിന്റെ മേലും ദൂരപ്രവചന ശബ്ദങ്ങളും ദൂരത്തും ചാരത്തും ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും